ഹെൽപ്പുകൾ നമ്മൾ എടുക്കാതെ നമ്മുടെ ഒരു സൂപ്പർമാനോ സൂപ്പർ വുമണോ ആയി നമുക്കൊരു എൻ്റെ സ്വന്തം പവർ പേഴ്സൺ ആ ലൈന് ഞാൻ എടുക്കാറില്ല. ലൈക്ക് വെൻ ഐ നീഡ് ഹെൽപ്പ് ഐ ടേക്ക് ഹെൽപ്പ് ഫ്രം പീപ്പിൾ ആൻഡ് ട്രസ്റ്റ് മീ. എൻ്റെ 13 വർഷത്തെ സർവീസിനകത്തും നോട്ട് എ പൊസിഷൻ ഐ ഹാവ് ഫെൽറ്റ് ദാറ്റ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ എൻ്റെ സ്വപ്നങ്ങളിലല്ലേ ഞാൻ ജീവിക്കുന്നത്. വാട്ട് ഈസ് എ പ്രോബ്ലം? ഞാൻ എടുക്കുന്ന ഡിസിഷന് ഒരു കോടതിയുടെ മുമ്പിൽ എത്തുമ്പം എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഡിസിഷൻ ഞാൻ അങ്ങ് എടുക്കും. അതിൻ്റെ പുറത്ത് എന്താണോ തലയാണോ വിലയാണോ എന്നുണ്ട്. രാഷ്ട്രീയക്കാരൻ ജയിച്ചു വരണമെങ്കിൽ അത്ര തന്നെ ബുദ്ധി ആവശ്യമുണ്ട്. ഉദ്യോഗസ്ഥൻ പഠിച്ചവന് അവന് ബുദ്ധി ആവശ്യമുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ ഓഫീസ് അറ്റൻഡന്റിന് ബുദ്ധി കുറവാണ്, അവൻ വളർന്ന സാഹചര്യം വ്യത്യാസമാണ്, അവൻ ആ സാഹചര്യത്തിൽ നിന്ന് കയറി വന്ന് അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധി അവനും ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വിദ്യാർത്ഥി ആത്മഹത്യ പറയുന്നത് വിദ്യാർത്ഥിക്ക് ടെമ്പറമെന്റ് ഉണ്ടായിരുന്നില്ല അതിനെ താങ്ങാനെന്നുള്ളതാണ്. പക്ഷെ വിദ്യാർത്ഥിക്ക് താങ്ങാൻ പറ്റുന്ന ടെമ്പറമെന്റ് ആ സിസ്റ്റം ജനറേറ്റ് ചെയ്യേണ്ടതാണ്. വിചാരിക്കരുത് ഇൻട്രോവേർട്ടിന് അഭിപ്രായം ഇല്ലാതിരിക്കുകയാണ്. അവനെ എക്സ്ട്രോവേർട്ടിനെക്കാട്ട് സൂക്ഷ്മമായി വീക്ഷിക്കുകയും സൂക്ഷ്മമായ ഐഡിയാസ് ഉള്ള ഒരുത്തനാണ്. ഡോക്ടർ അദീല അബ്ദുള്ള IAS ആണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. താങ്ക് യു. കുട്ടിക്കാലത്ത് പൊതുവെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരെ കുട്ടികളാണെങ്കിൽ അവര് സ്കൂളിൽ വേറെ ക്യാരക്ടറും അതുപോലെ പുറത്ത് വേറെ ക്യാരക്ടറും ആയിരിക്കും. കാരണം വീട്ടിൽ നിന്ന് ഓൾറെഡി ഒരു ശിക്ഷണം ഉണ്ടാവും, അതിന് പുറമെയാണ് സ്കൂളിലേക്ക് വരുമ്പോൾ അതേ ടീച്ചറെ കുട്ടി സ്കൂളിലുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ശിക്ഷണം കൂടുതലുണ്ടാവും. പൊതുവെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ടീച്ചർമാരെ മക്കളാകുമ്പോൾ ഞാനൊക്കെ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു കുട്ടിക്കാലം മുതലുള്ള ജേണി എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ മേഡത്തിന്റെ ഒരു കരിയർ എടുത്തു പോയി കഴിഞ്ഞാൽ ഉമ്മ അധ്യാപിക ആയിരുന്നു എന്നുള്ളത് ഒരു എക്സ്ട്രാ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്? ഉമ്മ അധ്യാപിക എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു വിഷൻ ഉണ്ടായിരുന്നത് ഫാദറിനായിരുന്നു. അപ്പം 1970 വളരെ വൈറ്റൽ ഒരു സമയമാണല്ലോ ലോക ഹിസ്റ്ററിയിലാണെങ്കിലും. മിഡിൽ ഈസ്റ്റിൻ്റെ ഓയിലൊക്കെ വന്നതിന് ശേഷം എന്നെയൊക്കെ പ്രസവിക്കുന്ന സമയത്തിന് ഒരുപാട് മുമ്പ് തന്നെ ഫാദർ വിദേശത്തായിരുന്നു. എൻ്റെ ഫാദറെന്ന് മാത്രമല്ല, മലബാറിലുണ്ടായിരുന്ന ഏകദേശം കുടുംബങ്ങളിലെയും അച്ഛന്മാർ വിദേശത്തായിരുന്നു. അപ്പം ഈ മദേഴ്സാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്തിരുന്ന ആൾക്കാർ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം വിഷൻ ഫാദറിൻ്റെതായിരുന്നു. അതായത് പുള്ളി യാത്ര ചെയ്ത് വിദ്യാഭ്യാസം വേണം, കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരൻ 7ാം വയസ്സിൽ ഹോസ്റ്റലിലേക്ക് പോയതാണ്. ബിക്കോസ് അന്ന് കുറ്റ്യാടിയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 4ാം ക്ലാസ് വരെ ഈ അവിടെയുള്ള ആളുകളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളേ ഉള്ളൂ. അപ്പോൾ ബ്രദർ ഒരു 3ാം ക്ലാസ്സിൽ ബോർഡിംഗ് സ്കൂളിൽ പോയി, ഞാൻ 5ാം ക്ലാസ്സിൽ ബോർഡിംഗ് സ്കൂളിൽ പോയി. അവിടെ നിന്ന് 12th വരെ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ് തീർത്തത്. പക്ഷേ അമ്മ അധ്യാപിക ആയതുകൊണ്ട് ഉണ്ടായിരുന്നൊരു സുഖം എന്താണെന്ന് വെച്ചാൽ, ബോർഡിങ്ങിലായിരുന്നെങ്കിലും ടീച്ചേഴ്സിന് ഭയങ്കര കാര്യമായിരുന്നു. ബിക്കോസ് കോൺസ്റ്റൻറ്റ് ഫോളോ അപ്പ് ഉണ്ടാവുമായിരുന്നു. മറ്റത് ഒത്തിരി പേര് വിദേശത്തൊക്കെയുള്ള അധികം NRIസിൻ്റെ മക്കളായിരുന്നു. MS രാജ റെസിഡൻഷ്യലിലാണ് ഞാൻ പഠിച്ചത്. NRIസിൻ്റെ മക്കളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ മദർ കുറച്ചും കൂടെ റെഗുലർ ആയിരുന്നു. ലൈക്ക് പിന്നെ ഫോളോ അപ്പ് വിസിറ്റുകളാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇച്ചിരി കൂടെ റെഗുലർ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കൺസിസ്റ്റൻസി എന്നുള്ളൊരു ഫാക്ടർ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വപ്നത്തിനെ എക്സിക്യൂഷൻ ചെയ്തിരുന്ന ഒരു നല്ല മാനേജറായിരുന്നു ഉമ്മ മക്കളുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ ഷീ വാസ് കീൻ ഓൺ ദാറ്റ്. പിന്നെ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടേതായ വാല്യൂ സിസ്റ്റം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായിരുന്നു. പക്ഷേ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. ബെല്ലടിക്കാൻ നേരത്തൊന്നുമല്ല സ്കൂളിൽ കയറി ചെല്ലുക. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലും. സ്കൂൾ വിട്ടതിന് ശേഷം പിള്ളേരൊക്കെ പോയിട്ടേ വീട്ടിലെത്തുള്ളൂ. കുട്ടികളെ യുവജനോത്സവത്തിനൊക്കെ കൊണ്ടുപോകും, ടൂറിനൊക്കെ കൊണ്ടുപോകും. അപ്പം വർക്ക് ചെയ്ത സ്ഥലത്തും അതൊരു ലിവിങ് ആയിട്ട് നല്ലൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇപ്പം ഇപ്പോഴും സർക്കാർ ജോലി ആണെങ്കിലൊക്കെ പറയും ദാറ്റ് നമ്മൾക്ക് ശമ്പളത്തിൻ്റെ നല്ല ജോലി നമ്മൾ ചെയ്ത് വെക്കണം. അപ്പം ആ ഒരു വാല്യൂ സിസ്റ്റം മദർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇന്നെടുത്ത് കൊണ്ടുപോയി കോച്ചിങ്ങിന് ചേർക്കണമെന്നോ അല്ല ഇന്നെടുത്ത് കൊണ്ടുപോയിട്ട് ട്യൂഷൻ ക്ലാസ്സിന് ചേർക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എൻ്റെ 12th സ്റ്റാൻഡേർഡ് വരെ ഒരു ട്യൂഷൻ ക്ലാസ്സിനും പോയിട്ടില്ല. ഞാൻ ജീവിതത്തിലൊരു ട്യൂഷൻ ക്ലാസ്സിനും പോയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു നമ്മൾ ചെല്ലുന്ന ഇടങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പം സിവിൽ സർവീസ് ആണെങ്കിലും നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. അല്ലാതെ പിന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ചേർത്ത് ഇല്ല, പുറത്ത് വെയിറ്റ് ചെയ്ത് ചെയ്തില്ല. പക്ഷെ പരീക്ഷ എഴുതേണ്ട സമയമാകുമ്പോൾ പരീക്ഷ എഴുതാൻ നമ്മുടെ കൂടെ വരും. അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാണ്. പക്ഷേ ഒരു വാല്യൂ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒരു ഫാദറിൻ്റെ ഒരു വിഷന് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് മദറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ താങ്കൾ ഉദ്ദേശിച്ചതുപോലെയുള്ളൊരു പ്രഷർ ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല. ഒരു
ഇത്ര പിന്നെ അങ്ങനെ മാർക്ക് മേടിക്കണമെന്നോ ഇന്നിടത്തിൽ ഒരു പോകണമെന്നോ ടീച്ചർ ഇന്നിടത്തിൽ സ്റ്റൈല്. ആ മാഡത്തിന്റെ ഒരു കുട്ടിക്കാലം നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ ഓൾറെഡി വിദേശത്തോ അതല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ എൻഗേജ്ഡ് ആണ്, അമ്മ മറ്റൊരു ജോലിയിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ശേഷമാണ് പിന്നീട് 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് ബോർഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരായിട്ടുള്ള ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ശരിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്? സി അതിൽ കൊച്ചിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഫാദർ മദർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, വൈ യു ആർ സെൻഡിങ് ദ ചൈൽഡ് ടു എ ബോർഡിംഗ് സ്കൂൾ, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു കുഞ്ഞിനെ വീട്ടിലെ അന്തരീക്ഷം മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയാണോ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നോക്കും. പക്ഷെ എൻ്റെ അവസ്ഥയിൽ അതായിരുന്നില്ല. ആ നാട്ടിൽ വേറെ നല്ല ബോർഡിംഗ് സ്കൂളുകൾ, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നും ഇല്ല. അപ്പോൾ പുള്ളി ഒരു ഫാദർ ജോലി തുടങ്ങിയത് ഒരു ബ്രിട്ടീഷ് കമ്പനിയിലുള്ള ഒരു ജോലിയിലാണ് തുടങ്ങിയത്. അപ്പം പുള്ളിക്ക് അന്ന് തൊട്ട് യൂറോപ്യൻസിൻ്റെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ടായിരുന്നു. വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്നുള്ളത് പുള്ളിക്കുണ്ടായിരുന്നു. ഒരു ഷീറ്റ് മടക്കി വെക്കണമെന്നും. പിന്നെ ഈ നമ്മൾ ഈ റെട്രോസ്പെക്റ്റീവിലായിട്ട് ഞാൻ ചിന്തിക്കുമ്പം ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അന്ന് എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നത് വലുതായി എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. ദാറ്റ് വാസ് ദാറ്റ് ഡ്രീം. ആ കാലത്ത് ഷീ വാസ് വെരി ക്ലിയർ ഓൺ ദാറ്റ്. പെൺകുട്ടികൾക്കാണെങ്കിലും ഒരു ജോലി ഉണ്ടാവണം, നമ്മളൊരാളുടെ മുന്നിൽ കൈനീട്ടാൻ പാടില്ല, നമുക്ക് സ്വന്തമായി ജീവിക്കാനുള്ളൊരു കാര്യം ഉണ്ടാവണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ പേരൻസ് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നെ ഒരു നല്ല ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്നുള്ളതാണ്. അവിടെ പിന്നെ എല്ലാ എക്സ്പോഷറും നമുക്ക് കിട്ടി, നല്ല ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും നല്ല അവസരങ്ങളും നല്ല അധ്യാപകരും, നമ്മളെ മക്കളെപ്പോലെ കാണുന്ന അധ്യാപകരും. ഒരു പ്രസംഗ മത്സരത്തിന് പോകണമെങ്കിൽ പോലും, ഞാനൊക്കെ പ്രസംഗ മത്സരത്തിന് പോകുമ്പം വീട്ടിൽ നിന്ന് എഴുതി തന്നിട്ടല്ല പോകുന്നത്. ആ കഴിഞ്ഞ ഒരു 20 മാതൃഭൂമിയും ആഴ്ചപ്പതിപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അത് നമ്മളെ കൊണ്ട് വായിപ്പിച്ച് അത് അനലൈസ് ചെയ്ച്ച് ഒരു പ്രസംഗ മത്സരത്തിന് പങ്കെടുപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. സോ ഓൺ വാട്ട് ബേസിസ് ഐ ഷുഡ് ബ്ലെയിം മൈ പേരൻസ് ഫോർ ഹാവിങ് സെൻഡ് മീ ടു ഹോസ്റ്റൽ? ഒരു കാലത്തും ഞാൻ ബ്ലെയിം ചെയ്യത്തില്ല. ഞാൻ പറയുന്ന അവരെൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്നെ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കി എനിക്ക് നല്ല ഏർലി എഡ്യൂക്കേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നു എന്നുള്ളത്. സോ അതിലെനിക്കൊരു നന്ദിയല്ലാതെ അതിനകത്ത് ഒരു സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഇപ്പോഴും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്തിനാണ് നിങ്ങൾ കുട്ടികളെ ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഫാദർ എപ്പോഴും പറയുമായിരുന്നു, അന്ന് ഇപ്പം നല്ല ഉദാഹരണങ്ങൾ പറയായിരുന്നു, അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഏത് ട്യൂട്ടറേയും വീട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി മക്കളെ ഡൂൺ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് പിന്നെ ട്യൂട്ടർ കിട്ടാത്തത് കൊണ്ടല്ല, ദ പീപ്പിൾ യു ആർ ഗ്രോയിങ് അപ്പ് വിത്ത്, ദി എക്സ്പോഷർ ദാറ്റ് യു ഗെറ്റ്, ദ വേൾഡ് ദാറ്റ് യു വിൽ സീ, അറ്റ്മോസ്ഫിയർ. അപ്പം ആംബിഷ്യസ് ആയിരുന്നു ഉപ്പ കാര്യത്തിനകത്ത്. ആ ഒരു അവസരങ്ങൾ നമുക്ക് ഉണ്ടാവണമെന്നുള്ളതിൽ പുള്ളി വലിയ നിർബന്ധമായിരുന്നു. അപ്പം അതിലൊരു മെറിറ്റ് ഉണ്ടെന്നുള്ളത് മദറിനും വളരെ സ്ട്രോങ് ആയി തോന്നിയിരുന്നു. അപ്പം ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾ 3 പേരും അതിനകത്ത് വലിയ ഹാപ്പിയാണ്. അപ്പൊ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് അത് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫിസിക്കൽ ആയിട്ട് പ്രസന്റ് ആയിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അത് ആലോചിച്ചിട്ടില്ല. ബട്ട് ദാറ്റ് വാസ് എ ഫാക്ടർ. ഇല്ല, ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഒരു പിന്നെ ആ കാലഘട്ടം അങ്ങനെയല്ലേ, ദാറ്റ് അന്ന് അതല്ലേ സാഹചര്യം അങ്ങനെയാണല്ലോ. അന്ന് ഇപ്പം കുറ്റ്യാടിയിൽ നല്ലൊരു സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ തന്നെ എൻഡപ്പ് ചെയ്തേനെ. ബട്ട് ദാറ്റ് ചോയ്സ് ഇസ് നോട്ട് ദെയർ. നമ്മൾ ആ സമയത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തു കഴിയുമ്പം പിന്നെ എനിക്ക് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനൊരു ഡേ സ്കോളർ ആവുമായിരുന്നോ എന്നുള്ളതോ ജീവിതത്തിൽ ഡേ സ്കോളർ ആവണോ എന്നുള്ളതോ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതോടൊപ്പം തന്നെ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്, പൊതുവെ ഈ IAS ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ വളരെ അപൂർവമായ ആളുകൾക്കാണ് ഈ അവസരം ലഭിക്കുന്നത്. ഒട്ടേറെ പേര് ശ്രമം നടത്തുന്ന സമയത്ത് അതിൽ തന്നെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ആളുകൾ എന്ന് പറയുമ്പോൾ അതിലും കുറവായിരിക്കും. ഈ ഒരു ലൈഫ് ജേർണി നോക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവില്ല. നമുക്ക് ഓരോ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു വ്യക്തിഗതമായ ഒരു തൃപ്തി എന്നൊക്കെ പറയല്ലോ. അപ്പോൾ അത് ശരിക്കൊരു ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളത്? അത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ നിങ്ങൾക്കൊരു നോട്ട്ബുക്കിൽ തന്ന 4 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് 4 ക്വസ്റ്റ്യൻസിന് ഒരു ആൻസർ എഴുതുക എന്നുള്ളത് ഒരു ഈസിയർ ആയിട്ടുള്ള സാധനമാണ്. അപ്പം നിങ്ങൾക്കൊരു 4 ക്വസ്റ്റ്യൻ ആൻസർ തന്ന് അത് പഠിച്ച് നിങ്ങൾ ഉത്തരം എഴുതുന്നു, ആ ഉത്തരം വളരെ നന്നാവുന്നു, നിങ്ങൾ ഹാപ്പി ആവുന്നു. അതേസമയം നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് തരികയും നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരികയും ചെയ്യുമ്പം നിങ്ങൾക്ക് എല്ലാ ചോദ്യവും ഉത്തരം പറയാൻ പറ്റൂല്ലെങ്കിലും നിങ്ങളുടെ ഒരു റീഡിങ് ഹൊറൈസണും വലുതാണ്. ആ വ്യത്യാസമാണ് ഞാനൊരു വൈദ്യ പഠനത്തിനകത്തും IASനകത്തും എനിക്ക് തോന്നുന്നു താങ്കളുടെ ചോദ്യവും അതാണെന്ന് ഞാൻ കാണുന്നത്.
അതായത് മെഡിസിനിൽ ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ ആ റൂട്ടിൽ നന്നായി പെർഫോം ചെയ്ത് ഒരു ഗൈനക്കോളജിസ്റ്റോ ഒരു പീഡിയാട്രിഷ്യനോ ഒരു ഡെമറ്റോളജിസ്റ്റോ ഒക്കെ ആയി, അല്ലെങ്കിൽ ഒരു പെത്തോളജിസ്റ്റോ ഒക്കെ ആയി അതിലുള്ള കാര്യങ്ങൾ പഠിച്ച് അതിൽ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതിനെ കുറച്ചും കൂടെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ കൂടുതലോ അല്ലെങ്കിൽ റിസൾട്ട്സിനെ നമുക്ക് കുറച്ചും കൂടെ ടാഞ്ചിബിൾ ആക്കാൻ പറ്റും. അതായത് റിസൾട്ടുകളെ നമുക്ക് മാർക്കറ്റിട്ട് ഇതിനെ എടുക്കാൻ പറ്റും. അതേസമയം അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയല്ല. കാലം തുടങ്ങിയ ഇത് തൊട്ടേ അഡ്മിനിസ്ട്രേഷനിൽ ചാലഞ്ചസ് കൂടുതലാണ്. അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് റിസൾട്ടുകൾ വരിക, ഒരു ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതിനകത്ത് ടാഞ്ചിബിൾ സാധനങ്ങൾ കൂടുതലാണെങ്കിലും ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് സിവിൽ സർവീസ് ചെയ്തു എന്ന് പറയുമ്പം എൻ്റെ ഒരു വലിയ മെൻറ്ററായിരുന്ന ഒരു കൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു, മെഡിസിനിലെ കൃഷ്ണൻ സാർ. കൃഷ്ണൻ സാറിൻ്റെ ഒത്തിരി കുടുംബക്കാരൊക്കെ സിവിൽ സർവീസിലൊക്കെ ഉണ്ടായിരുന്നു. സാറിന് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല ദാറ്റ് ഐഡിയ ഓഫ് ഗോയിങ് ടു ബിക്കം എ സിവിൽ സർവൻ. ഈ സെഡ് ഐ വിൽ മേക്ക് എ ഗുഡ് ഫിസിഷ്യൻ മൈസെൽഫ്, വൈ ഷുഡ് ഐ ഗോ. അപ്പം എപ്പോഴും സാർ എന്നെ കാണുമ്പോൾ ചോദിക്കും മടുത്തോ അതില്ലേ മടുത്തോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇല്ല സാർ മടുത്തിട്ടില്ല, ഐ എം സ്റ്റിൽ ഹാപ്പി അബൌട്ട് വാട്ട് ഐ എം ഡൂയിങ്. നോ, എനിക്ക് മടുത്തിട്ടില്ല. മടുക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ചിന്തിക്കാന്നല്ലാതെ ഇപ്പം ഡോക്ടറിൻ്റെ ജോലി ചെയ്തിരുന്ന അതും നല്ലൊരു ജോലിയാണ് കേട്ടോ, മോശമൊന്നുമില്ല. പക്ഷെ അഡ്മിനിസ്ട്രേഷൻ ചാലഞ്ചിങ് ആണ്, ടാഞ്ചിബിൾ ആവത്തില്ല. നമ്മുടെ റിസൾട്ടുകൾ നമുക്ക് എന്താ പറയുക മാർക്കിടാൻ പറ്റുന്ന റിസൾട്ടുകളായിരിക്കില്ല. പക്ഷെ നമ്മളൊരു നല്ല തൃപ്തിയിലും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു അവസര നഷ്ടമുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിരാശയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഐ എം ഹാപ്പി, ഐ എം എൻജോയിങ് ദ വർക്ക്. അതെ, ഇതിന് ഒരു രണ്ട് പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് മറ്റേതൊരു പക്ഷേ ഒരു 6 മണിക്കോ 8 മണിക്കോ ജോലി അവസാനിപ്പിച്ച് പിന്നെ പിറ്റേ ദിവസം ഷിഫ്റ്റിന് കയറുന്നതിന്റെ ഇടയിൽ മറ്റു ബാധ്യതകളില്ലാത്തൊരു ജോലിയാണല്ലോ. പക്ഷെ നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളൊരു എൻ്റയർ ടൈം നമ്മൾ അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും ഒരു കോൾ അറ്റൻഡ് ചെയ്യേണ്ട ആളോ അതല്ലെങ്കിൽ കമന്റ് ചെയ്യേണ്ട ആളോ ആയിട്ട് മാറുന്നുണ്ട്. ഇത് ശരിക്ക് ഒരു പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഉണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് നമ്മള് മുഖ്യമന്ത്രി ദിവസം ഒരു സിനിമ വെച്ചിട്ട് കാണുമെന്നുള്ളത്. ഓക്കെ, അതൊരു മിഥ്യാധാരയാണ്. നമുക്ക് എല്ലാ സമയവും നമ്മൾ ഓഫീസിലുള്ള വർക്ക് നമ്മൾ തലയിൽ കൊണ്ടു നടക്കണം. സമയങ്ങൾ ഉണ്ടാവും, നമ്മുടെ തലയിൽ ഓഫീസിലെ വർക്കുകൾ വീട്ടിലേക്കും കൂടെ കയറി ചെല്ലുന്ന ചില സമയങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ നമുക്കൊരു ബാഡ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ സമാധാനത്തിൽ വീട്ടിലിരിക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രാക്ടീസിങ് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം പുള്ളി എത്ര പേഷ്യൻസിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പാതിരാത്രിക്ക് എണീറ്റ് പുള്ളിക്ക് അധികം കോൾസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഒരു പൊതുപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസിൽ നമ്മുടെ എല്ലാ സമയങ്ങളും ഒരു ഒരു നമ്മുടെ പേഴ്സണൽ ടൈമിലേക്ക് കയറി വരുന്ന സമയങ്ങളല്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള സമയങ്ങളുണ്ടാവും. ആ സമയങ്ങളിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യും. അല്ലാത്ത സമയം നമ്മൾ ഓഫീസ് വർക്ക് കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷിഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇച്ചിരി ഏർലി സ്റ്റാർട്ട് ചെയ്യും, ടൈം ബൗണ്ടായിട്ട് ഞാൻ ഫിനിഷ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് ഓഫ് ടൈം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടണം. ബിക്കോസ് അതിനുള്ളിൽ നിന്ന് കിട്ടിയേ പറ്റൂ. ഐ എം എ മദർ ഹു ഈസ് റേസിങ് 3 children. അപ്പം എനിക്ക് ചോയ്സ് ഇല്ല, ഐ ഹാവ് ടു ഗോ ബാക്ക്. എനിക്ക് പോയി കഴിഞ്ഞ് വീട്ടിൽ പഠിത്തമുണ്ടാവും, വീട്ടിൽ പഠിത്തമുണ്ടാവും, വീട്ടിൽ പിന്നെ അവരുടെ കളി ഉണ്ടാവും, അവരുടെ ഇമോഷൻസ് ഉണ്ടാവും, അവരുടെ എക്സ്പ്രഷൻസ് ഉണ്ടാവും. അപ്പം ആ സമയത്തിന് ഓഫീസിൻ്റെ അത്രയോ അതിനേക്കാളും കൂടുതലോ പ്രാധാന്യമുള്ള ഒരു ജോലിയാണ് ഒരു അമ്മയുടെ ജോലി എന്നുള്ളത്. അപ്പം എനിക്ക് അങ്ങനെ ഓഫീസിലത്തെ ജോലിക്കൊരു അമിത പ്രാധാന്യം കൊണ്ട് അതിനെ വീട്ടിലേക്ക് കുറിച്ചിടണമെന്ന് തോന്നാറില്ല. അതേസമയം വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ഓഫീസ് ടൈമിലും ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ കൊണ്ടുപോകും എന്നുള്ള ഇതുകളോ ഷെഡ്യൂളുകളോ അതും നമ്മൾ അറ്റൻഡ് ചെയ്യും. അതിന് നമ്മൾ ബാലൻസ് ചെയ്തല്ലേ പറ്റൂ. ബിക്കോസ് നമ്മൾ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ. 1950-60കളിലല്ലേ സ്ത്രീകൾ ജോലി സ്ഥലത്ത് തന്നെ കയറി തുടങ്ങിയത്. 60കളിലും ഒക്കെയാണ് മര്യാദയ്ക്ക് കയറി തുടങ്ങിയത്. ഒരു സംവരണാടിസ്ഥാനത്തിലും ഇപ്പോഴും നമ്മൾ കയറി തുടങ്ങിയിട്ടില്ല. എന്നാലും ഇതിനൊരു ഷോർട്ട് ഡ്യൂറേഷനേ ഉള്ളൂ. എഴുതപ്പെട്ട 2000 വർഷങ്ങളിൽ സ്ത്രീകൾ ജോലി സ്ഥലങ്ങളിൽ വന്നതിൻ്റെ ഷോർട്ട് ഹിസ്റ്ററിയെ നമുക്കുള്ളൂ. അപ്പൊ നമുക്കതിനെ ഒരു നൂറ്റാണ്ടുകളുടെ ജമ്പ് ഒരു പെട്ടെന്നൊരു സമയത്ത് ജമ്പ് ചെയ്യുകയും എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ ഇങ്ങനെ ആക്കും ഇല്ല എങ്കിൽ അങ്ങനെ അതിന് പറയാണ്ട് ഒരു ഇതായിട്ടില്ല. അപ്പൊ നമ്മളിപ്പം ഇതിനകത്ത് നിൽക്കുക, അതിനകത്തൊന്നും നമുക്ക് പറ്റുന്ന തരത്തിൽ ചെയ്യുക. അത് നമ്മൾ ഈ ഗൈനക്കോളജിയിൽ പറയും യൂസ് സോപ്പ് വാട്ടർ ആൻഡ് കോമൺ സെൻസ് എന്ന്. നമ്മളൊരു കാര്യം വാഷ് ചെയ്യുമ്പം
സോപ്പ് ഉപയോഗിക്കണം, വെള്ളം ഉപയോഗിക്കണം, കോമൺ സെൻസ് ഉപയോഗിക്കണം. സോ സെയിം വേ നമ്മളൊരു കോമൺ സെൻസും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. മൈ എവറി ഡേ ഐ ഡോണ്ട് ക്യാരി മൈ ഓഫീസ് വർക്ക് ടു ഹോം ഓർ മൈ ഹോം ടു ഓഫീസ്. ഐ ട്രൈ ടു ബാലൻസ് ഇറ്റ്, ബട്ട് യെസ് ദർ ആർ ഡേയ്സ് വെൻ ഐ ക്യാരി ബോത്ത് സൈഡ്സ്. അപ്പം ഇതിനൊരു സ്ട്രക്ചർ ചെയ്യുന്ന മെത്തഡ് പറയാം, അതായത് ഒരു ഡെയിലി റൂട്ടീൻ നിലക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ? ഒന്ന് ഏർലി സ്റ്റാർട്ടറാണ് ഞാൻ. ഓക്കെ, ഒരു 4-4:30 ആകുമ്പം എൻ്റെ ദിവസം തുടങ്ങും, ഡെയിലി തുടങ്ങും. അത് ഒരു പക്ഷേ അതൊരു ബോർഡിംഗ് സ്കൂളിൻ്റെ ഒരു പ്രവർത്തന ശൈലിയും കൂടെയാവും. അത് രാവിലെ തുടങ്ങി നമ്മളെ പ്രാർത്ഥന ഉണ്ടാവും, നമ്മുടെ വായനകൾ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഒരു 5:30-6 മണിയാകുമ്പോൾ കുട്ടികൾക്ക് തന്നെ ടൈം ഉണ്ടാവും. 5:30-ക്ക് വിളിക്കേണ്ട ആളുണ്ടാവും, 6 മണിക്ക് വിളിക്കേണ്ട ആളുണ്ടാവും, 6:30-ക്ക് വിളിക്കേണ്ട ആളുണ്ടാവും. അപ്പോൾ അവരെ വിളിച്ച് കഴിഞ്ഞ് അവരെ ഒന്ന് ഡ്രസ്സ് ചെയ്യിച്ചിട്ടൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞ് 7:30 വരെ അവർ സ്കൂളിൽ പോകുന്ന സമയമാണ്. 7:30 കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടോ മോർണിംഗ് വാക്കോ എന്താണെന്നുള്ളത് നമ്മൾ ചെയ്യും. 8:30 വരെ വരും, ഭക്ഷണം കഴിക്കും, നമ്മൾ പത്രവായനയൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ടൊരു 9:00 ആകുമ്പോൾ ഓഫീസിലേക്ക് പുറപ്പെടും. അവിടെ വെച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാവരും വരുന്നതിന് മുമ്പ് അപ്പോൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മൈൻഡിൽ നമ്മുടെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഈ വള്ളിക്കെട്ട് കേസുകളൊക്കെ ഉണ്ടാവും. ലൈക്ക് നമ്മൾ ടയേർഡ് ആകുമ്പോൾ ചെയ്യാൻ പറ്റാത്ത, കുരുക്കഴിക്കാൻ പറ്റാത്ത, അത് സെറ്റിൽ ചെയ്യാൻ ഒരു നല്ല സമയമാണ് രാവിലെകൾ. അപ്പം രാവിലെ പോയിരുന്നിട്ട് അത്തരത്തിലുള്ള കേസുകൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വായന ആവശ്യമുള്ള കേസുകൾ, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചലഞ്ചിങ് ആവാൻ പോകുന്ന വർക്കുകൾ, അതിൻ്റെ നല്ല റീഡിങ്ങുകൾ, പിന്നെ ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് എടുക്കാനുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡിസ്കഷൻ പോയിന്റ് എടുക്കാനുള്ള, അതൊക്കെ ചെയ്ത് വെക്കും ഒരു 10-10:30 വരെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞൊരു 5:30-6 മണി ഒക്കെ ആകുമ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലേക്ക് എത്തും. ഇത് കഴിഞ്ഞാലും ചില ദിവസങ്ങളിൽ നമുക്ക് വൈകുന്നേരം ഇരുന്നിട്ട് ഫയൽ ചെയ്യാനുണ്ടാവും. പക്ഷേ പരമാവധി നമ്മളത് തീർത്തിട്ട് വരും. അത് തീർത്തിട്ട് വന്നിട്ടില്ല എങ്കിൽ കുട്ടികളെയൊക്കെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ കളിയും പഠനവും ഒക്കെ കഴിഞ്ഞ് അവരുടെ സംസാരമൊക്കെ കേട്ട് സ്കൂളിലത്തെ വർത്തമാനമൊക്കെ കേട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് വേണമെങ്കിൽ ഒന്ന് ചെറുങ്ങനെ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഒരു 9:30 ആകുമ്പോൾ അവന്മാരെ ഉറക്കിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഒരു 1 hour നമുക്ക് നമ്മുടെ ഫയൽ വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു 10-10:30 ആകുമ്പം ഉറങ്ങണം. 10:30-ക്ക് ഉറങ്ങിയിട്ടില്ല എങ്കിൽ നമ്മുടെ 4:30-ക്കുള്ള എഴുന്നേൽക്കൽ ശരിയാവില്ല. അപ്പോൾ അതൊരു ബാലൻസ് ആണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് 15 മിനിറ്റോ 20 മിനിറ്റോ നമ്മളൊരു പവർ നാപ്പ് എടുക്കും. പകൽ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നമുക്ക് ഭക്ഷണമൊക്കെ ലഞ്ച് ബ്രേക്കിൻ്റെ ഒക്കെ സമയം നമ്മൾ ചെറിയൊരു പവർ നാപ്പ് എടുക്കും, അല്ലെങ്കിൽ ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യും. ഇനിയിപ്പം ജോലി ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്കൊന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ബാക്കി എല്ലാ സ്ത്രീകളും ചെയ്യുന്നത് പോലെ ഞാനും എന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്ഥലത്ത് നടക്കാൻ പോവും, ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരു സ്ട്രെസ് ബ്രേക്കർ എന്നുള്ളത് ഒരു വർക്കിംഗ് വിമനിന് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. വർക്കിംഗ് വുമന് മാത്രമല്ല, കുട്ടികളെ വളർത്താൻ നമുക്ക് ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം വേണം. നമ്മൾ എവിടെ വെച്ചാണ് അച്ഛൻ്റെ അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുട്ടീനെ റെയർ ചെയ്യുന്നിടത്തിൽ എത്തിയെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റെയർ എ ചൈൽഡ്. അപ്പം നമുക്കിതിന് ഒത്തിരി സഹായങ്ങൾ വേണം. അപ്പം എനിക്ക് സഹായങ്ങൾ വരാറുണ്ട്, എൻ്റെ പേരൻസിൻ്റെ അടുത്താണെങ്കിലും ഇൻലോസിൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതിലും വലിയ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഹൗസ് മെയ്ഡ്. അതൊരു നമ്മൾ പറയുമല്ലോ, ഒരു കല്യാണം പോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ സ്പൗസിനെ പോലെ ഇമ്പോർട്ടൻ്റ്. ഒരു നല്ല ഹൗസ് മെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലെ പല ടെൻഷനുകളും ബാധ്യതകൾ കുറഞ്ഞു കിട്ടും. അപ്പം ഈ സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ ആക്റ്റീവ് ആക്കുക. പിന്നെ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുറച്ച് സമയം വേണമെന്ന് തോന്നും. ആ സമയം നമ്മൾ എടുക്കുക. ഞാൻ യൂഷ്വലി ആ സമയം എടുക്കാറ്. എനിക്ക് ഒത്തിരി ട്രാവലുകൾ ഉണ്ടാവും. ആ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഡൽഹി പോവുക, ബോംബെ പോവുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ ഒറ്റയ്ക്കായിരിക്കും, 4 മണിക്കൂർ നമ്മളെ ഫോൺ ബെല്ലടിക്കത്തില്ല. പിന്നെ വീട്ടിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മദറിലോ ആരെങ്കിലും വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് തരും. അപ്പം ആ ഒരു സപ്പോർട്ട് വീട്ടിലുണ്ടെന്നുള്ള ഒരു സമാധാനത്തിൽ നടത്തുന്ന ഒരു എയർ ജേണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാനോ കുറിക്കാനോ ഒക്കെ ആ ട്രാവൽ ടൈം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു കുട്ടികൾ വളരുന്ന വരെയുള്ള സമയമാണ് നമുക്ക് ഇത്ര ക്രൈസിസ്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം ഉണ്ടാവും. അപ്പം സോ ഈ സമയം ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യാറുണ്ട്. പക്ഷേ കുട്ടികളുടെ ഒരു പ്രായം നോക്കുന്ന സമയത്ത് ഓരോരുത്തരും വളരെ തുടക്കം മുതലേ അമ്മ എൻഗേജ്ഡ് ആണെന്നുള്ള സാധനം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളെ ശരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ക്ലിയർ ആയി കിട്ടിയത് എന്നുള്ളത്? അവര് അതൊരു ഫാക്ടറാണ്. 2 പിന്നെ നമ്മളെ IG വിജയൻ സാർ, ഇപ്പം വിജയൻ സാർ ഇപ്പം വേറെ എന്തോ ADGP കണ്ടായെന്ന് തോന്നുന്നു. അപ്പം വിജയൻ സാർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കുട്ടികൾ വീട്ടിൽ നിന്ന് കേട്ട് പഠിക്കും. മനസ്സിലായോ?
അവര് നമ്മൾക്ക് നമ്മൾ വർക്കിംഗ് ആണെന്ന് അറിയുമ്പോഴും നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നടക്കുന്ന ചർച്ചകളിലോ നമ്മൾ പല വിഷയങ്ങളും സോൾവ് ചെയ്യാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു അഭിമാനമൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ സമയം അവർ ഡിമാൻഡ് ചെയ്യും കേട്ടോ. ദാറ്റ് ഡസൻ മീൻ അവർ അമ്മയെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല. ദിയർ മദർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മദറിൻ്റെ സമയം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പിന്നെ സോ അവർ നമ്മൾ നടക്കുന്ന കാര്യങ്ങളും പിന്നെ എൻ്റെ അമ്മ എനിക്ക് അതാണ് ഒരു മോഡൽ കാണിച്ചു തന്നത്. ഷീ വാസ് എ സിൻസിയറായിട്ട് അമ്മ വർക്ക് ചെയ്തിരുന്നു. സോ ഐ എം പ്രൗഡ് ദാറ്റ് ഷീ വാസ് എ ടീച്ചർ. ഐ എം പ്രൗഡ് ദാറ്റ് ഷീ വാസ് എ ടീച്ചർ. ബട്ട് ഐ എം നോട്ട് സെയിങ് എല്ലാ സ്ത്രീകളും വർക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇഫ് ദാറ്റ് ഇസ് എ ഫ്ലെയർ, ഇഫ് യു ഹാവ് ദാറ്റ് പാഷൻ ടു ഡു ദിസ്, നമുക്കൊരു ചോയ്സ് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേണം. അങ്ങനെ നമ്മൾ ചോയ്സിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ, ഞാൻ എൻ്റെ പേരൻസിൻ്റെ കാര്യത്തിനകത്ത് ഇട്ടതുപോലെ ഞാൻ അനലൈസ് ചെയ്തതുപോലെ അവർ അനലൈസ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ പ്രസൻ്റ് ആയിരിക്കുമ്പം അവർക്കൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റും പാരൻറ്റിങ്ങും കൊടുക്കാൻ നമ്മൾ നോക്കും. പിന്നെ നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ഹെൽപ്പുകൾ നമ്മൾ എടുക്കണമല്ലോ. ഹെൽപ്പുകൾ നമ്മൾ എടുക്കാതെ നമ്മളൊരു സൂപ്പർമാനോ സൂപ്പർ വുമണോ ആയി നമുക്കൊരു എൻ്റെ സ്വന്തം പവർ പേഴ്സൺ ആ ലൈന് ഞാൻ എടുക്കാറില്ല. ലൈക്ക് വെൻ ഐ നീഡ് ഹെൽപ്പ് ഐ ടേക്ക് ഹെൽപ്പ് ഫ്രം പീപ്പിൾ. And I have had lovely maids who took care of everything, just like how my both parents were helping. അതുപോലെ തന്നെ എൻ്റെ പേരൻസിനകത്തും അമ്മമാരാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ അവരും സഹായിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ എക്കോസിസ്റ്റത്തിനെ നമ്മൾ ശരിയാക്കണം. അപ്പോൾ ശരിയാക്കി കഴിയുമ്പം കുട്ടികൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അവരതിനെ ചാലഞ്ച് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇനി അവർ വളർന്നു വരുമ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം. പക്ഷെ ഞാൻ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ എനിക്കിങ്ങനെ ഈ സിവിൽ സർവീസ് കിട്ടി 2 വർഷത്തിൻ്റെ ഇടയ്ക്കാണ് 2 കുട്ടികളുണ്ടായത്. അപ്പോൾ എൻ്റെ പല ട്രെയിനിങ്ങുകളും മിസ്സായി പോയിരുന്നു. അവസാനം ഞാനൊരു ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മോളെ 3 മാസം ഇവിടെ നാട്ടിലാക്കിയിട്ട് പോകണം. വളരെ ടഫ് ഡിസിഷനാണ്. കുട്ടിക്ക് 1.5 വയസ്സേ പ്രായമുള്ളൂ. അപ്പം എൻ്റെ മദർ എൻ്റെ ബ്രദറിനെ അങ്ങനെ ആക്കിയിട്ടാണ് ഉമ്മ ബി എഡ് ചെയ്തത്. അന്ന് ഉമ്മ വിരാജ്പേട്ടയിൽ പോയിട്ട് ബി എഡ് ചെയ്യുമ്പോൾ എൻ്റെ ബ്രദർ ചെറിയ കുട്ടിയാണ്, അവനൊരു വയസ്സേ ഉള്ളൂ. ഇതേ ഏജിലാണ് ഉമ്മയും പോകുന്നത്. അപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, അന്ന് ഉമ്മ ട്രെയിനിങ്ങിന് പോയതിൽ നിൽക്കുന്നെങ്കിലും പ്രശ്നമുണ്ടോ? ഹി സെഡ് നോ, ഐ ഹാവ് ഓൾവേസ് ബീൻ പ്രൗഡ്. ഉമ്മ അന്ന് അത് ചെയ്ത് ജോലിക്കാരി ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സോ ഐ തോട്ട് ഐ എം തിങ്കിങ് ദാറ്റ് മൈ ചിൽഡ്രൻ വിൽ ഓൾസോ മേക്ക് ദ സെയിം ഡിസിഷൻ. സോ വേറെ അവർക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ആസ് യു സെഡ് അവരുടെ കാര്യം നടക്കണം. അതിന് ഈക്വൽ ഓർ മോർ ഇമ്പോർട്ടൻസിനകത്ത് അത് നടക്കുകയും മറ്റത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അതിനൊരു നമ്മളെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യണം, നമ്മളൊന്ന് ഷാർപ്പൻ ചെയ്യണം, നമ്മളെ തന്നെ ഷാർപ്പൻ ചെയ്യണം, ഡിസിപ്ലിൻ ചെയ്യണം, നമ്മൾ സഹായങ്ങൾ എടുക്കണം. ആളുകൾ നമ്മൾ ഒരു കുട്ടികളെയും അറ്റാച്ച് ചെയ്യിക്കണമല്ലോ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളില്ലാത്തൊരു കാലഘട്ടത്തിലും ജീവിക്കാൻ പറ്റണ്ടേ. അച്ഛനമ്മ എന്നുള്ളതൊരു പിന്നെ ഒരു പെർമനന്റ് പാസ് അല്ലല്ലോ. നമ്മളില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെടുത്ത് സെൽഫായിട്ട് ജീവിക്കാൻ പറ്റാമെന്ന് മാത്രമല്ല, അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. നമ്മളിൽ ഉപരി കുടുംബത്തിലെ ആളുകളുമായിട്ട് കുട്ടികൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അതെനിക്ക് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ള ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനായിട്ട് ഇവർ അറ്റാച്ച്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴും അതിനെ ശ്രമിച്ചിട്ടുണ്ട്. വെക്കേഷൻ കിട്ടുമ്പോൾ വീട്ടിൽ പോകാനും അവരെ വീട്ടിൽ വരുത്താനും കാണാനും ഉള്ള സമയമുണ്ടല്ലോ, അത് കുട്ടികൾക്ക് ആ സമയം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ 2 പരീക്ഷ മിസ്സായി കഴിഞ്ഞാലും അവർക്ക് ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാമിലിനായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്ന, ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമല്ല, വി ഗെറ്റ് ഇറ്റ് റോങ് ദെയർ. അതിനകത്ത് ഗ്രാൻഡ് പേരൻസ്, അവരുടെ ആൻറ്റിമാർ, അങ്കിൾമാർ, അവർ നെഫ്യൂ, നീസസ്, ഇവരുമായിട്ട് ഇവർക്കൊരു ബോണ്ട് ഉണ്ടാവുന്നുള്ളത് ഞങ്ങളൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഹസ്ബൻഡും ഞാനും ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇച്ചിരി ചിലവാക്കിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഇച്ചിരി ലീവ് എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് മെയ്ഡ് ഷുവർ ദാറ്റ് ദേ ഹാവ് എ സോർട്ട് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടു ദീസ് തിങ്സ്. അത് കുട്ടികൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ മരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഗോഡ് ഫോർബിഡ് നമുക്ക് വല്ലതും സംഭവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇവിടെ നിന്ന് വരും. അപ്പം വേറെ ആരുണ്ടാവും. അപ്പം നമ്മളുടെ അതുണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ നമ്മളെ കുടുംബത്തില് കുടുംബങ്ങളിലൊക്കെ കൂട്ടുകുടുംബത്തിലൊക്കെ അത് ഉണ്ടായിരുന്നല്ലോ. ഒരു അച്ഛനും അമ്മയും നഷ്ടമാവുക അല്ലെങ്കിൽ ഇല്ലാണ്ട് വരുന്നൊരു കാലഘട്ടത്തില് കുട്ടികൾക്ക് they were taken care of, no?
അവർ അന്താളിച്ച് നിന്നിട്ടില്ല, ആ കൂട്ടത്തിൽ ഒരു ചേർത്ത് പിടിച്ചിരുന്നു. അത് ഭയങ്കര ഒരു സോഷ്യൽ ആസറ്റ് അല്ലേ. ആ സോഷ്യൽ ആസറ്റിനെ നമ്മളൊക്കെ ഒഴിവാക്കി പിന്നെ ഞാനും എൻ്റെ ഇതും എന്ന് പറയുന്നത് അതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കണം. നമ്മളൊരു ഫോറിൻ ഹോളിഡേ പോലെ ഒരു വാല്യൂ കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരു അറ്റാച്ച്മെന്റ്. അത് ഞങ്ങളുടെ ഒരു ഫിലോസഫി അങ്ങനെയായിരുന്നു. സോ വി വർക്ക്ഡ് ഓൺ ടു ദാറ്റ്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ IAS എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന നമ്മളുടെ ഒരു എക്സ്പോഷർ ലൈഫ് ഉണ്ട്. ആക്ച്വലി സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടെങ്കിൽ ഒരു 10-13 വർഷമായി ഇപ്പോൾ സർവീസ് നിലക്ക്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും എവിടെ നിൽക്കുന്നു എന്നുള്ളത്? അഗെയിൻ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നു, നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവം എനിക്ക് പരീക്ഷ പാസ്സാവണേ, എനിക്ക് സിവിൽ സർവീസ് കിട്ടണേ, അത്രയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കയറി ചെല്ലുമ്പോഴാണല്ലോ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണ്ട, ഈ പോസ്റ്റ് നല്ലതാണ്, ഈ പോസ്റ്റ് മോശമാണ്, ഇതിങ്ങനെ ആവണം, ഇതിങ്ങനെ ആവണം. ആ സാധനം ഞാൻ എപ്പോഴും റീവൈൻഡ് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട്. വാട്ട് ഡിഡ് ഐ എക്സ്പെക്ട് വെൻ ഐ കെയിം? അപ്പം നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് നിൽക്കുന്നത്. ഒരുപാട് പേർക്ക് അഭിപ്രായമുണ്ട്. ജനാധിപത്യത്തിൽ ആർക്കും അപ്രമാദിത്യം പാടില്ല. അതിന് ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ജനാധിപത്യത്തിൽ എല്ലാ സാധനത്തിനകത്തും ഉണ്ടാവണം. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നല്ലോ ലിബിയയും മറ്റു പലതും ഒക്കെ വീഴുമൊക്കെ ചെയ്യുന്നത്. എന്താണ് അവിടെയൊക്കെ സംഭവിച്ചു പോയത്? അവിടെയൊക്കെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡെമോക്രസികൾ പലതും സ്റ്റേബിളായി നിൽക്കാത്തതുകൊണ്ട് വീണ് പോയതല്ലേ. സോ I came to service because I wanted a stable democracy where people felt safe. ആരും പാലായനം ചെയ്യാൻ പറ്റാത്ത, പാലായനം ചെയ്യേണ്ടത് അല്ലാത്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം വരാത്ത, മനുഷ്യന്മാരാരെയും ശ്രദ്ധിക്കപ്പെടാത്ത സാഹചര്യം വരാത്ത, പാലായനങ്ങൾ വരണ്ടാത്ത, യുദ്ധങ്ങളില്ലാത്ത ഒരു മനുഷ്യർ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡെമോക്രറ്റിക് രാജ്യമാണ് ബിൽഡ് ചെയ്യാനാണ് ഞാൻ ഇതിൻ്റെ സിവിൽ സർവീസിൻ്റെ ഭാഗമാകാൻ ആലോചിച്ചത്. ഞാൻ ചെയ്ത ഏത് ജോലിയാണ് അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാത്തത്? വാട്ട് വർക്ക് ഇസ് നോട്ട് ഹെൽപ്പിംഗ് മീ? ഞാൻ ചെയ്യുന്ന എല്ലാ ജോലികളും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഞാൻ ലീവ് ചെയ്യുന്നുണ്ട്. വേറെ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കുറ്റ്യാടിയിൽ ജനിച്ച് ഒരു ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച ഒരാൾ കൊടിവെച്ച കാറും ലൈറ്റുള്ള വാഹനമൊന്നും കണ്ടിട്ടില്ല. ഞാൻ സിവിൽ സർവീസ് കയറുന്നതിന് മുമ്പ് ഞാൻ കളക്ടർമാരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെ അലൂറിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ I have been very particular that this test I put is my work contributing to a stable democracy where people feel themselves protected. And trust me, എൻ്റെ 13 വർഷത്തെ സർവീസിനകത്തും not a position I have felt that I contribute ചെയ്യാൻ പറ്റാത്ത. പിന്നെ എൻ്റെ സ്വപ്നങ്ങളിലല്ലേ ഞാൻ ജീവിക്കുന്നത്. വാട്ട് ഇസ് എ പ്രോബ്ലം? ഇതിൽ തന്നെ ഈ സ്ട്രൈറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് അടക്കം കാണുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ചിലപ്പോൾ ആ സമയത്ത് ഒരു കയ്യടി കിട്ടും. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ തീരുമാനം എടുത്തെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായും സർക്കാർ അതല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന പാർട്ടി പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യത നിറഞ്ഞ കാര്യമാണോ എന്നുള്ളത്? സ്ട്രേറ്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ ലീഗലി സൗണ്ട് ആയ ഒരു ഡിസിഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അത് സ്ട്രേറ്റ് ആണോ സ്ട്രേറ്റ് അല്ലേ എന്നല്ല, നിയമപരമായി സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ മാത്രമേ ഒരു സിവിൽ സർവൻറ്റിന് എടുക്കാൻ പറ്റൂ. എന്താണ് ഇതിൻ്റെയൊക്കെ മേലെ ഒരു കോടതിയുണ്ട്. നാളെ കോടതിയിൽ ചെല്ലുമ്പം നമ്മൾ തെറ്റുകാരാവാൻ പാടില്ല, അല്ലേ? പിന്നെ നമുക്കൊരു സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഗതികേട് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളൊരു കളവ് പറയുമ്പോൾ എപ്പോഴും ആ കളവിനെ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ നമ്മളൊരു സത്യം പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ്, സത്യം നമുക്ക് എളുപ്പമാണ്. ഒരു കളവാണെങ്കിൽ നമ്മൾ ദൃശ്യം സിനിമയിലുള്ള പോലെ നമ്മളിങ്ങനെ അതിനെ ബിൽഡ് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ഞാൻ എടുക്കുന്ന ഡിസിഷന് ഒരു കോടതിയുടെ മുമ്പിൽ എത്തുമ്പം എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഡിസിഷൻ ഞാൻ അങ്ങ് എടുക്കും. അതിൻ്റെ പുറത്ത് എന്താണോ തലയാണോ വിലയാണോ എന്നില്ല. പക്ഷെ കോടതിയിൽ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഡിസിഷൻ ഞാൻ എടുക്കത്തില്ല. കാരണം എനിക്ക് വേറെ എവിടെയും പോയിട്ട് കള്ളനാവേണ്ട, എനിക്ക് അതിന്മേൽ ഒരു കളവ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അതിനകത്ത് ഉണ്ടാവണ്ട. അതിൽ ആരാണോ എന്താണോ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എന്നെ ആരും ഒരു കളവ് ചെയ്യാൻ ഇതുവരെ പ്രേരിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു രാഷ്ട്രീയ നേതൃത്വമോ ഉദ്യോഗസ്ഥ ശൃംഖലയോ നമ്മളൊരു കളവ് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന്. എന്നെ ആരും കളവ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണെന്നുള്ള എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആരും ഒരു പ്രേരണ എനിക്ക് കളവ് ചെയ്യാൻ തന്നിട്ടില്ല. പക്ഷേ എൻ്റെ മുന്നിൽ വരുന്ന കാര്യത്തിനകത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഒരു കോർട്ട് ഓഫ് ലോയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് ചെയ്തത്, എല്ലാ ആക്ടിൻ്റെ അവസാനം എഴുതും എനി ആക്ഷൻ ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ആ ഫെയ്ത്തിലുള്ള എനി ആക്ഷൻ ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ചെയ്ത ഒരു കാര്യത്തിൽ അത് ചെയ്ത ഉദ്യോഗസ്ഥരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. പിന്നെ നമ്മളെ മനസാക്ഷിൻ്റെ കൂടെ അല്ലേ നമ്മൾ ജീവിക്കണ്ടേ. അപ്പം അതിനൊരു ഞാൻ എടുക്കുന്നത് സ്ട്രേറ്റ് ആണോ കയ്യടിയാണോ
മാധ്യമം എന്ത് പറയും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി മാധ്യമം ഒന്നും പറഞ്ഞില്ല, നാലാൾക്ക് എന്നെ ചീത്ത വിളിക്കാൻ തോന്നി, എനിക്ക് ഒരു കുഴപ്പമില്ല, ചീത്ത വിളിച്ചോ. പക്ഷെ ഞാൻ കോടതിയിൽ ചെല്ലുമ്പം ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റണം. അത് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡ് അവിടെ ആയിരിക്കും. ജനാധിപത്യത്തിൽ ഒരു ജുഡീഷ്യറി അവിടെ നിൽക്കുമ്പം ജുഡീഷ്യൽ റിവ്യൂവിന് ഈ സാധനം പോയി കഴിഞ്ഞാൽ അതിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലറാണ്. എനിക്ക് അവിടെ നിന്ന് ഇന്നതാണ് ഞാൻ ചെയ്തത്, ഇന്ന ലോജിക്കിലാണ് ഞാൻ ഇത് ചെയ്തത്, അതിനുള്ള പഠനം ഞാൻ നടത്തും, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പറയണം, ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്ന വിശ്വാസത്തിൽ ഇത്രയാണ്. അവരുടെ ലോജിക്കിന് അത് കൺവിൻസിങ് ആയിരിക്കണം. അത് ഞാൻ ഇതുവരെ പാലിക്കാൻ ദൈവം സഹായിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ സ്ട്രെയിറ്റ് ആണോ, മാധ്യമ കയ്യടി ഉണ്ടോ, അല്ലെ ജനങ്ങൾ കയ്യടിക്കോ എന്നുള്ളതൊന്നും ഞാൻ അത്ര ബോധേഡായിട്ടില്ല. ഇതൊക്കെ ഒരു ആകസ്മികമായിട്ടുള്ള ഇതെന്താണ് പ്രാഞ്ചി എന്ന് പറയുന്നത്, ഇതൊരു നൈമിഷികമായി, ഈ കയ്യടിയും സാധനങ്ങളൊക്കെ വളരെ നൈമിഷികമാണല്ലോ. പക്ഷെ നമ്മൾ ഒരു ഇന്ന ഡെമോക്രസി കോർട്ട് ഓഫ് ലോ ഈസ് അബവ് സുപ്രീമായിട്ട് അവിടെ നിൽക്കും. ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇമോഷണൽ സ്പേസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ഈ ചീഫ് സെക്രട്ടറി ദിവസം രാത്രി ഇതേപോലെ വിളിച്ച് ഒരു വയനാട് അതിർത്തി ആളെ കടത്തിയോട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ. അപ്പോൾ ആ അനുഭവത്തിൽ തന്നെ ഞാൻ പിന്നീട് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റിലെങ്കിലും വൈകാരികമായി പോകുന്ന സാധനം ഉണ്ടല്ലോ, അത് പിന്നീട് അല്ലെങ്കിൽ ആ ചീഫ് സെക്രട്ടറി കോൾ എന്നുള്ളത് മാത്രമല്ല, സമാനമായ അനുഭവങ്ങൾ പിന്നീട് ലൈഫിൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്? നമുക്കെല്ലാം എല്ലാ സ്ഥലത്തും ഇത് പണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എന്നോട് പണ്ടൊരു സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആദ്യമൊക്കെ നമുക്കിങ്ങനെ ചോദിക്കും, ഇതെന്താ സാറേ ഇത് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സെക്രട്ടറി പണ്ടൊരു ഇത് തന്നിട്ടുണ്ട്, എടാ നമ്മളൊരു സൂവിലൂടെയോ അല്ലെങ്കിൽ ഒരു കാട്ടിലൂടെയോ നടക്കുന്ന ഒരു അനുഭവം പോലെ എടുത്താൽ മതി. അവിടെ ആനയുണ്ടാവും, മുയലുണ്ടാവും, പൂച്ചയുണ്ടാവും, പിന്നെ കടുവയുണ്ടാവും, പാമ്പുണ്ടാവും, മാനുകളുണ്ടാവും, ഈ എല്ലാ കോഴികളുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ എല്ലാ ജീവികളും ഉണ്ടാവും. അതുപോലെയാണ് ഇതിൻ്റെ ഒരു യാത്ര എന്നുള്ളത്. അപ്പം നമുക്ക് ടോക്സിസിറ്റി നമ്മൾ ഫേസ് ചെയ്ത സമയങ്ങളുണ്ടാവും, അപ്രിസിയേഷൻ അല്ലെങ്കിൽ നല്ല വാംത്ത് ഫേസ് ചെയ്ത സമയങ്ങൾ. ഇതൊരു ഫൈൻ ബാലൻസ് ആണ്. താങ്കളുടെ ചോദ്യം വളരെ കറക്റ്റാണ്. പിന്നെ ഇതിനെ നമ്മൾ ഒരു വേ ചെയ്തിട്ട് തന്നെ എന്ത് എടുക്കണം എന്ത് എടുക്കണ്ട നമ്മൾ തീരുമാനിക്കണം എന്ന് പറയാം. ഇന്ന് എൻ്റെ കൂടെ ട്രെയിനിൽ സ്വാമി നിത്യേതനയതിയുടെ ഒരു മെയിൻ ഡിസൈപ്പിൾ ഉണ്ട്, ഗായത്രി ഇന്ന് എൻ്റെ കൂടെ ട്രെയിനിലുണ്ട്. ഗായത്രി പറഞ്ഞ നല്ല ഒരു തമിഴ് വാചകമുണ്ട്, ഞെരുക്കുള്ളിടത്തിലേ ഒതുക്കം ഉണ്ടാവുള്ളൂ. അപ്പം കഷ്ടപ്പാടുണ്ടാവുമ്പോഴേ നമുക്ക് ഒതുക്കം വരുള്ളൂ. അപ്പം ഞെരുക്കുള്ളിടത്തിൽ ഒരുക്കുണ്ട്. അപ്പം ഞെരുക്കുണ്ടാവും എല്ലാ സ്ഥലത്തും. ഞെരുക്കില്ലെങ്കിൽ നമ്മൾ ഭയങ്കര അരഗൻ്റ് ആവത്തില്ലേ, നമ്മൾക്കൊരു ഭയങ്കര ധാർഷ്ട്യം വരത്തില്ലേ, ഇതാ ലോകം ഞാൻ പിടിച്ചെടുത്തിൽ കിട്ടുന്നു എന്നുള്ളത്. അപ്പം ഞെരുക്കം വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആ സ്പേസിലേക്ക് നമ്മളെ ഹമ്പിളായിട്ട് അതിനെ ഒതുക്കി നിർത്തും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ഇമോഷണലി ബുള്ളി ചെയ്യുന്നവരുണ്ടാവും, നമ്മളെ ടോക്സിസിറ്റി ഭയങ്കരമായിട്ടുള്ള ആളുകൾ വർക്ക് സ്പേസിൽ തന്നെ ഉണ്ടാവും, കൺട്രോൾ ഫ്രീക്കുകൾ ഉണ്ടാവും, പിന്നെ ഇതെല്ലാം ഉണ്ടാവും. പിന്നെ സ്റ്റോക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും, സഹായിക്കുന്നവരുണ്ടാവും, സ്നേഹിക്കുന്നവരുണ്ടാവും, കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ടാവും, ഇരുത്തി പഠിപ്പിച്ചിരുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഫ്രീഡം തരുന്നവരുണ്ടാവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നവരുണ്ടാവും, പിന്നീന്ന് കുത്തുന്നവരുണ്ടാവും, കാല് വാരുന്നവരുണ്ടാവും. ഇതെല്ലാം അന്ന് സാറ് പറഞ്ഞതുപോലെ ഒരു സൂവിൽ പോകുന്നൊരു അനുഭവത്തിൽ നമ്മൾ എടുത്താൽ മതി. പക്ഷെ നമ്മൾ ഓരോ അനുഭവങ്ങളിലെയും എന്തും ഉള്ളതുപോലെ വരും. ഇതിൻ്റെ അടിയിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഞെരുക്കം വരുമ്പം ഒതുക്കം വരും നമുക്ക്. അപ്പം ഞെരുക്കം നല്ലതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു എളുപ്പം നമ്മൾക്ക് കിട്ടും. നമ്മൾ വേറെ പലതും പഠിക്കും. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിലും വലിയൊരു ക്രൈസിസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാകത്തില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, വി പി ജോയ് സാർ എൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതിയപ്പോൾ പറഞ്ഞ് സമ്മർദ്ദങ്ങളിൽ ആദിയിലേക്ക് വളരെ കൂളായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഓഫീസറാണ് എന്ന് സാർ എഴുതിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കൊരു സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ, ഒരു കോവിഡ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഞാൻ ഇച്ചിരി പ്ലാൻഡ് ആയിട്ട് ജോലി ചെയ്യും. അപ്പം ഞാൻ കുറച്ച് സ്ട്രെസ്ഡൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം കൂളായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പല സമയത്തും നമ്മൾ ഞെരുക്കങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ പാളിച്ചകൾ കാണാനും അതിനെ കറക്റ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ സ്പേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ വളർന്നു വരുന്നതാണല്ലോ, ചെറിയ പ്രായത്തിൽ നമ്മളും വളർന്നു വരുന്നതാണല്ലോ. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ അങ്ങനെ അതിനകത്ത് നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. മലയാളി പൊതുബോധത്തിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഈ ഉദ്യോഗസ്ഥരായ ആളുകൾ
ഒരുപക്ഷെ രാഷ്ട്രീയക്കാരായ ജനപ്രതിനിധികളായ ആളുടെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മൾ പഴയ ഒരു ശൈലിയുണ്ട്, 10ാം ക്ലാസ്സും ഗുസ്തി എന്ന് പറയുന്ന പ്രയോഗം ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥർ വളരെ വർഷക്കാലങ്ങളോളം പണം ചെലവാക്കിയും അവരുടെ രാവും പകലും പഠിച്ച് ഈ രാഷ്ട്രീയക്കാർക്ക് കീഴിൽ ജോലി ചെയ്യാനാണോ എന്ന് പറയുന്ന ഒരു പൊതുബോധം ഉണ്ടല്ലോ, എപ്പോഴും ഇയാൾ ഉൾപ്പെടെ കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ് സാഹചര്യം എന്നുള്ളത്? റിയാലിറ്റിയിൽ നമ്മൾ ഇപ്പം എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ പറ്റില്ലേ, ഇനിയിപ്പം ഈ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരും കൂടെ വല്ലതും ചെയ്തു കോടതി അതിനെ റിവ്യൂ ചെയ്യുന്നില്ലേ? അപ്പം അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ വേണ്ടത്? ഇതിന് ഒന്നും പറ്റിയില്ലെങ്കിൽ ആൾക്കാർ പ്രതിഷേധങ്ങൾ നടത്തുന്നില്ലേ? അപ്പം ഒരു ഇമ്പീരിയൽ സമയമല്ലല്ലോ. ജനാധിപത്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, ആർക്കും അമിത അധികാരം ഉണ്ടാവരുത്. അധികാരങ്ങൾ എപ്പോഴും കറക്റ്റീവായിട്ട് തന്നെ പോകണം. ഇപ്പം എനിക്കിങ്ങനെ ഇന്ന കൂട്ടർക്ക് ബുദ്ധി ഉണ്ടെന്നോ ഇന്ന കൂട്ടർക്ക് ബുദ്ധി ഇല്ലാന്നോ എന്നുള്ള തോന്നലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കെപ്പോഴും തോന്നും നല്ല സീനിയർ പൊളിറ്റീഷ്യൻസ് ആണ് എപ്പോഴും ഓഫീസേഴ്സിനെ കൂടെ നിർത്തുന്ന ആൾക്കാർ. അപ്പം നല്ല സീനിയർ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ അവർ നമ്മളെ നല്ലോണം കൊണ്ടു നടക്കും. ലൈക്ക് അവർ വലിയ ബഹുമാനത്തിൽ നല്ല രീതിയിൽ തന്നെ അവർ നമ്മളെ കൊണ്ടു നടക്കും. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ആലപ്പുഴ കളക്ടറായിട്ട് ഞാൻ ഇരിക്കുന്ന സമയം സുധാകരൻ സാർ അവിടെ മന്ത്രിയാണ്. ജി സുധാകരൻ സാർ മന്ത്രിയാണ്. സുധാകരൻ സാർ, ഞാൻ ജനിച്ച വർഷം സുധാകരൻ സാർ അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്നാലും പുള്ളി, ഞാൻ ജനിച്ച വർഷം പുള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അല്ല. ബാക്കിയുള്ള അത്രയും കിടക്കുന്നുണ്ട്. അന്ന് പുള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നാലും പുള്ളി കുട്ടികളായിട്ടുള്ള ഞങ്ങൾ കളക്ടറായിട്ട് വരുമ്പം മാഡം അവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ അവിടെ ഇരിക്കും. പുള്ളി വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റുന്ന പുള്ളി പറയും, പുള്ളിക്കൊരു കസേര, ഞാൻ അവിടെ ഇരുന്നോളാം, മാഡം അവിടെ ഇരുന്നോളൂ. ആ പുള്ളി അവിടെ നിന്ന് തന്നെ പുള്ളിയുടെ മീറ്റിംഗ് നടത്തി. അപ്പം അത്തരത്തിൽ ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം ഒത്തിരി നമ്മളുടെ ഒത്തിരി സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് എപ്പോഴും നമ്മളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കും. ദാറ്റ് അവർ ഒരു അരഗൻസ് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ബിലിറ്റിൽ ചെയ്യാനോ ഒന്നും അവർ ശ്രമിക്കത്തില്ല. ബിക്കോസ് അവർക്കറിയാം ഇതൊരു ടീം വർക്കായിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഏറ്റവും കാലം ഒരു ഓഫീസറിനെ കൂടെ നിർത്തുന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും അതിനകത്ത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ. അല്ലാണ്ട് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ മാറിക്കൊണ്ടിരുന്ന് കഴിയുമ്പം ആർക്കും റിസൾട്ട് ഉണ്ടാവത്തില്ല. നമ്മൾ വിചാരിക്കും ഓഫീസറിന് മാത്രമാണ് അതിനകത്ത് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാൻ. അതേ ഡിഫിക്കൽട്ടി ഈ മിനിസ്റ്ററിനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും ഫേസ് ചെയ്യും. സോ എപ്പോഴും ഓഫീസേഴ്സിനെ നല്ല ബയസിൽ കൂടെ കൊണ്ട് നടക്കാൻ കഴിവുള്ള ആളുകൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ വർക്ക് ചെയ്തത് സജി ചെറിയാൻ മിനിസ്റ്ററോട് ഞാൻ 2.5 വർഷം വർക്ക് ചെയ്തു. എനിക്കൊരു സെക്യൂരിറ്റി ടെനുവർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ റവന്യൂവിൽ ചന്ദ്രശേഖർ മിനിസ്റ്ററിൻ്റെ കൂടെ ഞാൻ 2.5 വർഷം വർക്ക് ചെയ്തു. അപ്പം 2.5 അതിനെക്കാട്ട് കൂടുതൽ വർക്ക് ചെയ്തു. അപ്പം നമ്മളൊരു ടെനുവറിൽ വർക്ക് ചെയ്ത പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് എപ്പോഴും അവർക്കും റിസൾട്ട് ഉണ്ടാവും, നമുക്കും റിസൾട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ കോവിഡ് ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും, അപ്പം ഫിഷറീസിലായിക്കോട്ടെ നമ്മളൊരു ബെസ്റ്റ് മെറൈൻ സ്റ്റേറ്റ് ആയിരുന്നു നമ്മളുടെ. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. അതിൽ ആരും വലുതല്ല ആരും ചെറുതല്ല. അപ്പോൾ 2 ടീം വർക്ക്. ബിക്കോസ് നിങ്ങളുടെ ഓഫീസറിൻ്റെ താഴെ ഇരിക്കുന്ന ബാക്കി ഓഫീസേഴ്സിനെയും കൂടെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പം നമ്മളിതെല്ലാം ഒരു ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പം ഒരു ട്രസ്റ്റാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. നമ്മൾ എത്ര ഒരു വിശ്വാസ്യത കൽപ്പിക്കുന്നോ അതിനുള്ള പ്രതിഫലമാണ് ഇങ്ങോട്ടേക്ക് വരിക. ഇപ്പം ഞാൻ എൻ്റെ സബോർഡിനേറ്റ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടില്ല, അവരെനിക്ക് വർക്ക് ചെയ്യുമോ? അപ്പോൾ നിങ്ങളൊരു ഇലക്ഷൻ എടുത്ത് നോക്കിയേ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇലക്ഷനിൽ കളക്ടർ മാത്രം വിചാരിച്ചാൽ, അല്ലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാലോ CEO വിചാരിച്ചാലോ നടക്കുന്നത്? ഇതിൽ ഈ പ്രിൻ്റ് എടുക്കുന്ന സീല് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആൾ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉറക്കുകയെന്ന് അത്രയോ അതിനേക്കാട്ട് +2 അവർ അവൻ പണിയെടുക്കുന്നുണ്ട്. ആര്? നിങ്ങളുടെ സീലില്ലേ അവസാനം നിങ്ങൾ ഈ നമ്മളിപ്പോഴും പറയുന്നു, അവസാനം നമ്മൾ ഈ വോട്ടിംഗ് മെഷീനൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നിടത്ത് ലാസ്റ്റ് നമ്മളൊരു സീലിന് വേണ്ടി വിളിക്കും. സീലിന് വേണ്ടി വിളിക്കുന്ന നമ്മുടെ ആ ക്ലർക്ക്, അവൻ മണിക്കൂറുകളോളം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങാൻ പറ്റും. അവൻ ഈ സീല് കൊണ്ടുപോയി പൂട്ടി ഓഫീസ് അടച്ചിട്ട് അവൻ പോകുന്നുള്ളൂ. അവന് നമ്മളൊരു വിശ്വാസമാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഉദ്യോഗസ്ഥർ ഈ ട്രസ്റ്റ് കീഴ്പ്പെടുത്തി നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതേപോലെ പൊളിറ്റീഷ്യൻ ഉദ്യോഗസ്ഥരിലൊരു ട്രസ്റ്റ് നടത്തിയിട്ട് ആ ട്രസ്റ്റിലൂടെ നമുക്കൊരു ഡിസിഷൻ എടുക്കുമ്പോൾ 2 പേരും മീറ്റ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പം ആ റിസൾട്ട് ഒരു ആ കെമിസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത്
ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല പൊളിറ്റീഷ്യനും അത് ഇമ്പോർട്ടൻ്റ്. ആ കെമിസ്ട്രി നല്ലോണം വർക്ക് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം അതിൽ ബുദ്ധി കുറവും കൂടുതലൊന്നും ആർക്കും ഇല്ല. ഈ പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ ജയിച്ചു വരണമെങ്കിൽ അത്ര തന്നെ ബുദ്ധി ആവശ്യമുണ്ട്. ഉദ്യോഗസ്ഥൻ പഠിച്ചവന് അവന് ബുദ്ധി ആവശ്യമുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ ഓഫീസ് അറ്റൻഡന്റിന് ബുദ്ധി കുറവാണ്, അവൻ വളർന്ന സാഹചര്യം വ്യത്യാസമാണ്, അവൻ ആ സാഹചര്യത്തിൽ നിന്ന് കയറി വന്ന് അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധി അവനും ഉണ്ട്. അപ്പം ആർക്കും ഇതിനകത്ത് ബുദ്ധി കൂടുതലും കുഴപ്പമില്ല. നമ്മുടെ സോഷ്യൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ടീം വർക്ക്, ഇതൊക്കെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിന് ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വനിതകളായ ആളുകൾ അവരുടെ തൊഴിൽ സ്പേസിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുറേ കൂടി എക്സ്ട്രാ എഫേർട്ട് ഇട്ടാലാണ് അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുള്ളൂ. ഞാൻ പക്ഷേ ഒരു 4-5 വർഷം മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കുറേ കൂടി നമ്മുടെ കാലം മാറി, നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയർ മാറി, കുറേ കൂടി സ്റ്റേറ്റ് ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ ഈ ജെൻഡർ സ്പേസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തി. നിലവിൽ അത് നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടണം എന്നുള്ളത് അതിന് നല്ലൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡ് ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ പുള്ളി എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മളൊരു സർജന് മിസ്റ്റേക്ക് സംഭവിച്ചാൽ നമ്മൾ പറയും, ഓ സാറ് സർജറി ചെയ്തു, ആ പേഷ്യൻ്റ് കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് പറയും. പക്ഷേ അതൊരു ലേഡി ഗൈനക്കോളജിസ്റ്റിനോ ലേഡി സർജനോ ആണ് അത് സംഭവിക്കുന്നതെങ്കിൽ എന്ത് പറയും? ഓ മാഡം കുറച്ച് ഇമോഷണലായിരുന്നു എന്ന് പറയും. അപ്പോൾ കോംപ്ലിക്കേഷൻ സംഭവിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഗൈനക്കോളജി പോലെ കേരളത്തിലൊക്കെ സ്ത്രീകൾ ഡോമിനേറ്റ് ചെയ്ത സ്ഥലത്ത് പോലും ഈ ബയസ് നമുക്കുണ്ടാവും. ഒരു കോംപ്ലിക്കേഷൻ പറ്റുമ്പം അവർ വൈകാരികമായി എടുത്തത് കൊണ്ടാണ്. അതിന് നമ്മൾ ആയിട്ടില്ല. 5 വർഷം സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കുറേ ഷോർട്സ് ഇട്ടത് കൊണ്ടോ സ്പീച്ച് ഇട്ടത് കൊണ്ടോ ഒന്നും പൊതുബോധം മാറാനായിട്ടില്ല. പൊതുബോധങ്ങൾ മാറുന്നത് എപ്പോഴും സമയങ്ങൾ എടുത്തിട്ട് വരുന്നൊരു മാറ്റമാണ്. ഇതിന് നൂറ്റാണ്ടുകൾ എടുക്കും. നിങ്ങൾ 1930 വരെ നമ്മൾ വോട്ട് ചെയ്യാനുള്ള അവകാശം എപ്പോഴാണ് കൊടുത്തു തുടങ്ങി? സ്ത്രീകൾക്ക് എപ്പോഴാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തു തുടങ്ങി? ഇനി അതല്ല, നമ്മൾ അടിമത്തം നമ്മൾ നിർത്തലാക്കിയിട്ട് എത്ര കാലമായി? നമ്മൾ കൂടെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ തുല്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാലമേ അത് നമുക്ക് റെക്കോർഡഡ് സിവിലൈസേഷൻ ഉണ്ട്. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി, അർബൻ പ്ലാനിങ് ഒക്കെ തുടങ്ങിയ, ഭാഷ തുടങ്ങിയ, എഴുത്ത് തുടങ്ങിയ സിവിലൈസേഷൻ നടന്ന് 1700 വർഷത്തിനോ 1600, 700, 800 വർഷത്തിനൊക്കെയാണ് നമ്മൾ സ്ലേവറി തന്നെ അബോളിഷ് ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അഡൾട്ട് ഫ്രാഞ്ചൈസിൽ എല്ലാ സ്ത്രീകൾക്കും വോട്ടവകാശം കൊടുത്തിട്ട് ഇപ്പോൾ 75 വർഷം നമ്മൾ തികയുന്നതേ ഉള്ളൂ ലോകത്തിൽ. അതിൽ സ്ത്രീകൾ വർക്ക് സ്പേസിൽ കൂടുതൽ, പണ്ടൊന്നും കല്യാണം കഴിയാൻ പാടില്ല സ്ത്രീകൾക്ക്, സിവിൽ സർവീസിൽ പോലും കല്യാണം കഴിയാൻ പാടില്ല, പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് തുടങ്ങിയിട്ട് ഇതേ ഉള്ളൂ. സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളൊരു ഡിജിറ്റൽ റവല്യൂഷൻ്റെ വേഗതയിൽ ഒരിക്കലും നടക്കില്ല. അതിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് സമയമുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഒരു സുപ്രഭാതത്തിൽ കയറിയിട്ട് സ്ത്രീകൾ എല്ലാവരും പുരുഷനോട് തുല്യരാണെന്നുള്ള ഒരു ആക്സെപ്റ്റബിലിറ്റി പൊതുബോധത്തിൽ വരില്ല. അതിന് 5 വർഷം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. പക്ഷെ അത് വരും. അതിന് ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മളുടെ ഭാഗത്തുണ്ടാണ്. അതിന് ഞാൻ എപ്പോഴും പറയുന്നത്, ആ ഫേസ്ബുക്കിലെ CEO ഷെറിൽ സാൻഡ്ബർഗിൻ്റെ ബുക്കിനകത്തൊക്കെ പറയുന്നത് എന്താ, നമ്മൾ ലീനിയൻ ചെയ്യണം. വർക്ക് സ്പേസിൽ നമ്മൾ ഉണ്ടാവണം. വർക്ക് സ്പേസിൽ നമ്മൾ ഒളിച്ചോടാൻ പാടില്ല ചെറിയ പതനങ്ങൾ വരുമ്പോൾ. അപ്പം നമ്മളുടെ പ്രെഡിസിസറായിട്ടുള്ള ഈ അടുത്ത് ഞാൻ എൻ്റെ കൂടെ ഇൻഡിഗോയിൽ പോയിരുന്ന, ഫസ്റ്റ് ഇൻഡിഗോയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി പൈലറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, ആദ്യം പുള്ളിക്കാരിയൊക്കെ പൈലറ്റ് ആയിരുന്ന സമയത്ത് ടോയ്ലറ്റ് ഒരു ഇഷ്യൂ ആയിരുന്നു എന്ന് അവർക്ക്. എന്നുവെച്ചാൽ ഈ പുരുഷ പോലെ പൈലറ്റുമാരുടെ ഇടയിൽ ടോയ്ലറ്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. അല്ലെങ്കിൽ ഗർഭിണിയാവുന്ന ഒരു സിവിൽ സർവൻറ്റ് ഒരു ഓടായിരുന്നു. അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞത് നമ്മളെന്തൊരു കുറ്റം ചെയ്യുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു. ഒരു മെറ്റേണിറ്റി ലീവ് എടുക്കുക, ബെനിഫിറ്റ് എടുക്കുക, കുട്ടികളെ നോക്കാൻ ലീവ് എടുക്കുക. അതൊക്കെ നമ്മളിപ്പോൾ ഒരു 30-40 വർഷമായിട്ടുള്ള ഈ ഒരു ചേഞ്ചസ് വന്നിട്ട്, ഇത് നമ്മൾ വന്ന് വർക്ക് സ്പേസിൽ സ്ത്രീകളെ കണ്ടു തുടങ്ങി, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അതിലേക്ക് നമ്മൾ ഇട്ട് അതിലൂടെ നമ്മളുടെ തിരുത്തലുകളും പ്രക്രിയകളും ഒക്കെ ശരിയായി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മാറ്റം വരും. ഇപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, എൻ്റെ അമ്മ ജോലി ചെയ്ത സമയത്തുള്ളതിനേക്കാൾ ഇച്ചിരി കൂടെ സിംപിളറാണ് എനിക്ക്. എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആവണം അവരുടെ വർക്ക് സ്പേസ്, കുറച്ചും കൂടി എളുപ്പം. അപ്പോഴും പൂർണ്ണമായിട്ട് എളുപ്പമാവില്ല. അപ്പം നമ്മളെപ്പോഴും പറയും, അഡോൾസൻസ് വരെയുള്ളൂ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ. അഡോൾസൻസ് കഴിയുമ്പം പെൺകുട്ടികൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, ബോയ്സിനൊക്കെ, ക്ലാസ്സിലുള്ള ബോയ്സിനൊക്കെ ഇപ്പോൾ ഇച്ചിരി ഒരു ഇത് വരുന്നുണ്ട്, ദാറ്റ് അവർക്കൊരു ആ പ്രിവിലേജ് അവർ അനുഭവിച്ച് തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് പ്രായമാവണം. പ്രായമായി കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെയാണ്. വീട്ടിൽ നിങ്ങൾ പോയാൽ വല്യപ്പയും വല്യമ്മയ്ക്കും തുല്യ അവകാശവും തുല്യ ശബ്ദവും
തുല്യ ഡിസിഷൻ ഈ മേക്കിംഗ് സ്വാധീനം കുറയുന്നുള്ള തുല്യ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ഫെർട്ടിലിറ്റി ഏജിൽ വരുന്നുണ്ട് ഒരു 18 ഇയേഴ്സ് തൊട്ട് ഒരു 50 വയസ്സ് വരെയുള്ള നമ്മുടെ ഫെർട്ടിലിറ്റി ഏജിനകത്താണ് സ്ത്രീകൾക്കൊരു സെറ്റ് ബാക്ക് വരുന്നത്. കാരണം കരിയറിൻ്റെ പീക്കും ഫെർട്ടിലിറ്റീൻ്റെ പീക്കും ഒരുപോലെയാണ് പോകുന്നത്. ആ സമയത്ത് മറ്റവരുടെ കൂടെ നമുക്ക് ഓടിയെത്താൻ ഒരു എഫേർട്ട് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ സ്റ്റീരിയോ ടൈപ്പ്ഡ് ആവും, ഇതുകൾ വരേണ്ടി വരും. ഇപ്പോഴും നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്താലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് സിവിൽ സർവീസിൽ മാത്രമല്ല, പിന്നെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിൽ, എന്തിന് ഡോക്ടർമാരിൽ ഗൈനക്കോളജിസ്റ്റുകൾ പോലും പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു കിട്ടുന്നു. പുള്ളി എപ്പോഴും പറയും അതെന്തിനാ സ്ത്രീകൾ അങ്ങനെ പറയുന്നത്, സർജൻ ഉണ്ടായതുപോലെ ഒരു കോംപ്ലിക്കേഷൻ അല്ലേ ഈ ലേഡി ഡോക്ടർക്കും വരുന്നത്. പക്ഷെ നമ്മൾ വേഗം ലേഡി ഡോക്ടറെ പറയും അവർക്ക് ഇമോഷണൽ പ്രശ്നമാണ് എന്ന് പറയും. അപ്പം അത് അവിടെ പോലും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്, അവിടെ പോലും ടീച്ചർമാർക്ക് പോലും. പിന്നെ ഈ ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ കയറി വരുമ്പം നമ്മൾ ഈ ചായ കൊടുക്കുന്ന സമയത്തെ, ഇപ്പോൾ കൃഷി വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അധികം സ്ത്രീകളാണ് കൂടുതൽ. നമ്മൾ ഈ ചായ കൊടുത്തു കഴിയുമ്പം ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പം അഡീഷണൽ ഡയറക്ടർമാർ, ജോയിൻറ്റ് ഡയറക്ടർമാർ 10-30 വർഷം സർവീസുള്ള ഇവർ ഗ്ലാസ് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഇല്ലെങ്കിൽ അവർ ആ ഗ്ലാസ് ഇവർ തന്നെ ക്ലിയർ ചെയ്യും. അപ്പം എൻ്റെ എല്ലാ സ്റ്റാഫിന് ലേഡി ഓഫീസേഴ്സിനോട് ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങളുടെ കൂടെയുള്ള പുരുഷ ജോയിൻറ്റ് ഡയറക്ടറോ അസിസ്റ്റൻറ്റ് ഡയറക്ടറോ ഡെപ്യൂട്ടി ഡയറക്ടറോ അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറിയോ അവരാരും അവരുടെ ഗ്ലാസ് എടുക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഗ്ലാസ് എടുക്കണമെന്ന്, ഇത് വൃത്തിയാക്കണം, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഭാവിയിൽ നിന്ന് വരുന്നത്, ഞാൻ പറയുന്നത് വലിയ ശമ്പളം മേടിച്ച് സർവീസിൽ ഇത്രയും വർഷം ഇട്ട ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഗ്ലാസ് എടുത്ത് പോകുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ ഗ്ലാസ് തിരിച്ചു വെക്കാൻ പറയും. അത് എന്തിനാന്ന് വെച്ചാൽ ആ സൈക്കി വേണ്ട, ഗ്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ. അവർ പുരുഷന്മാരുടെ ഗ്ലാസ് എടുക്കും, സ്ത്രീ ഗ്ലാസ് എടുക്കും. സ്ത്രീകളുടെയും ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് കരുതി ഇവരെല്ലാവരും നമ്മളെല്ലാവരും കയറി നാളെ വിപ്ലവം ഉണ്ടാക്കുന്നതല്ല പറയാം. ഈ സൈലൻ്റ് ആയിട്ടുള്ളൊരു മാറ്റങ്ങൾ മാത്രമേ വരൂ. ഇതൊരു കോൺഷ്യസ്, അതായത് നമ്മുടെ ഒരു പൊതുബോധം മാറേണ്ട ഒരു സാധനമാണ്. അതൊരു കോൺഷ്യൻസ്, ഒരു പൊതുബോധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബോധത്തെ മാറ്റാൻ വലിയ സമയമെടുക്കും. അതിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ട് അവിടെ ഉണ്ടാവാന്നുള്ളതാണ് കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾ പ്രൂവ് ചെയ്യേണ്ടി വരും. നമ്മൾ മീറ്റിങ്ങിനകത്ത് ബട്ടൺ അമർത്തിയിട്ട് സാറേ എനിക്ക് പറയാനുണ്ടെന്ന് പറയണം, അത് ഇത്തിരി ഒച്ചത്തി പറയണം. നമ്മൾ പതിഞ്ഞാണ് പറയുന്നെങ്കിൽ കേൾക്കത്തില്ല. അപ്പം ഈ നമ്മളൊരു സുഹൃത്ത് പറയുമായിരുന്നു, കിളിനാദം പോലെ തോന്നും. അപ്പം നമ്മൾ ഇച്ചിരി ലൗഡ് ആൻഡ് ക്ലിയർ ആൻഡ് സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒന്ന് നമ്മളുടെ പ്രസൻസ് നമ്മൾ അറിയിക്കണം. ആരും നമ്മുടെ അടുത്തൊന്നും ചോദിക്കില്ല. അതിന് ഈ വിദേശത്തുള്ള ആൾക്കാർ പറയും ടിയാറ സിൻഡ്രോം, നിങ്ങൾ ആരും വന്ന് കിരീടം വെച്ച് തരുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് ആരും കിരീടം വെച്ച് തരില്ല. നമ്മൾ ചെന്ന് നമ്മളുടെ വഴി നമ്മൾ വെട്ടി തെളിച്ച് കണ്ടുപിടിച്ചാൽ പറ്റൂ. പക്ഷെ അതിൽ നമ്മൾ ഉണ്ടാവണം. കാരണം ഏത് മാറ്റങ്ങളിലും അടിച്ചമർത്താൻ ഏറ്റവും എളുപ്പം സ്ത്രീകളെയാണ്. ബിക്കോസ് ഏത് റെവല്യൂഷണറി കാര്യത്തിനകത്തും സ്ത്രീകൾക്ക് ഈ ഫെർട്ടിലിറ്റി ഏജിൽ ഒരു കൺഫൈൻമെൻറ്റ്, ഗർഭധാരണം, ശിശു, ഇതിലകത്തൊക്കെ വരുന്നത് കൊണ്ട് നമ്മളെ കൺഫൈൻ ചെയ്യാൻ എളുപ്പമാണ്. അത് ആ മനസ്സിലാക്കലുകളിലൂടെ തന്നെ നമ്മൾ വർക്ക് സ്പേസ് പോലെയും നമുക്ക് റൈറ്റ് വേണ്ട സ്ഥലത്തും നമ്മൾ ലൗഡായി സ്ട്രോങ് ആയി നിൽക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ്. ഈ ലൈഫ് മിഷന്റെ CEO ആയി വരുന്ന സമയത്ത് നവകേരള മിഷന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ആ പദ്ധതി വരുന്നത്. സ്വാഭാവികമായും ആളുകൾക്ക് കുടിലൊരുക്കുക എന്ന് പറയുന്നത് നമുക്ക് വൈകാരികമായി കൂടെ സന്തോഷം നൽകുന്ന ഒരു പ്രോജക്റ്റ് ആണല്ലോ. ഒരുപക്ഷെ അതിന്റെ ഒരു പ്ലാനിങ് സ്റ്റേജ് മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ അത് വളരെ സക്സസ് ആയ ആളുകൾ ഒരുപാട് പേർക്ക്, ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തന്നെ 400ഓളം ആളുകൾക്കാണ് ഇവിടെ ഫ്ലാറ്റിൽ ഒരു സംവിധാനം തുരുത്തിയിൽ നൽകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ടായി, ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു പദ്ധതി ചോദിച്ചാൽ സ്വാഭാവികമായി ലൈഫ് മിഷന് പ്രാധാന്യം നൽകുമെന്നുള്ളത്. ഇതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ആയിരുന്ന സമയത്ത് ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ആളുകൾ 10-60 വർഷമായിട്ടാണെങ്കിൽ അവരുടെ ഹൗസിങ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ആയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ഒരു കക്കൂസുകളൊക്കെ കൺവേർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു, കേരളത്തിൽ നമ്മൾ മറ്റെവിടെയും സ്ലമ്മുകൾ അങ്ങനെ കാണാറില്ലല്ലോ. കക്കൂസുകളൊക്കെ കൺവേർട്ട് ചെയ്ത് റൂമായിട്ട് ജീവിക്കുന്ന ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും പോയി നോക്കി. ഇതിനൊക്കെ ഭൂമി പ്രശ്നങ്ങൾ, പക്ഷേ ലിവിങ് കണ്ടീഷൻസ് വളരെ മോശം. അപ്പം പിന്നെ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ പുറത്ത് അവരുടെ സന്തോഷം കാണില്ല, ഇവരുടെ ഹൗസിങ്ങിനകത്ത് വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് പിന്നെ CMന്റെ ഓഫീസിൽ ശിവശങ്കർ സാറാണ് ഇത് നോക്കുന്നത്. അപ്പം ഈ ഫോർട്ട് കൊച്ചിയിൽ ഉള്ള ആളുകൾക്ക് അന്ന് വഖഫിൻ്റെ കയ്യിലൊക്കെയുള്ള ഭൂമിയിൽ ഈ അമിതാഭ് കാന്ത് സർ കോഴിക്കോട് പബ്ലിക് ലൈബ്രറി ചെയ്തിട്ടുണ്ടായിരുന്നു. സർ കളക്ടർ ആയിരുന്ന സമയത്ത് താഴെ ഭാഗത്തിൽ ഷോപ്സും മേലെ ലൈബ്രറി ആയിട്ട്, ഇന്നും ആ ലൈബ്രറി വളരെ സക്സസ്ഫുൾ മോഡലാണ്. അപ്പോൾ താഴ്ഭാഗത്ത് ഷോപ്സും മേലെ ഹൗസിംഗ് റെസിഡൻറ്റുമായിട്ടുള്ള കാര്യം
ഇവിടെ ഉണ്ടായിരുന്ന ആർക്കിടെക്റ്റുമാരും PWD ആൾക്കാരെയും മറ്റു ആൾക്കാരെ കൊണ്ടും അത് വരപ്പിച്ച് എടുത്ത് സാറേ ഈ പ്രോജക്റ്റ് കൊച്ചിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആവശ്യവും കൊണ്ടാണ് ഞാൻ അന്ന് ശിവശങ്കർ സാറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോഴാണ് സാറ് പ്രോജക്റ്റൊക്കെ സാറിന് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു എന്നോട്, എടോ ഇവിടെ ഇങ്ങനെ ഇത്ര ലക്ഷം ആൾക്കാർക്ക് നമുക്ക് വീട് കൊടുക്കണം, നല്ല പ്രോജക്റ്റുകൾ ചെയ്യണം, നമ്മൾ വെർട്ടിക്കൽ ഹൗസിങ്ങിലേക്ക് പോകണം, ഇവിടെ ലാൻഡിന് വലിയൊരു ഡിമാൻഡ് ഉണ്ട്. സാറ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് ശിവശങ്കർ സാർ. ഭയങ്കര ഒരു നമ്മളെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ലോണം നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് വരും. അപ്പം പുള്ളി എന്ത് വെച്ചു, എടോ താൻ ഈ പറഞ്ഞ സാധനം തനിക്ക് ഫോട്ടോ വെച്ചില്ലല്ലേ ചെയ്യേണ്ടത്, തനിക്കത് കേരളം മുഴുവൻ ചെയ്യാനൊരു അവസരമുണ്ട്, താൻ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം അവിടെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം എനിക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞിൽ എൻ്റെ മദർ എന്നെ വടകര, ഞങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുക. അപ്പം അന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് താമസിക്കും. ഉമ്മ ഇങ്ങനെ കൊച്ചിലേ പോകുമ്പോൾ എപ്പോഴും ഉമ്മ പറയും, നീ വലുതാവുമ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറേ വീട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു റാൻഡമായിട്ട് എൻ്റെ മദർ എന്നോട് പറഞ്ഞ സാധനം. അപ്പം എനിക്ക് എന്തുകൊണ്ടോ ഈ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഹരാണ്. അപ്പം എനിക്ക് അത് എവിടെ കണ്ടാലും ഞാൻ അതിനകത്തുനിന്ന് ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഫോട്ടോ വെച്ചിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ടായിട്ടും എന്നെ മൂവ് ചെയ്തത് ഈ ഹൗസിങ് ഇഷ്യൂസാണ്. ബിക്കോസ് ഒരു നല്ല വീട് ഒരു കുടുംബത്തിൻ്റെ തന്നെ, ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ച്, ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ വരുത്തുന്ന സാധനമാണ്. അത് CM പറയാൻ വളരെ കറക്റ്റാണ്. അപ്പോൾ ശിവശങ്കർ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടോ താൻ ഈ ഫോട്ടോ വെച്ച് വിചാരിച്ച സാധനം താൻ കേരളത്തെ മുഴുവൻ ചെയ്യാൻ താൻ വരുന്നു ചോദിച്ചു. അപ്പം ഞാനാണെങ്കിൽ അന്ന് എത്രയാ 4 വർഷം സർവീസിൽ 5ാമത്തെ വർഷമാണ്. ഞാൻ ഓഫീസിൽ പോയിട്ട് ഇതൊരു വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എൻ്റെ സാറേ ഇതൊരു 39,000 കോടിയുടെ പ്രോജക്റ്റ് ആണല്ലോ. അപ്പം സാറ് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവരും സഹായിക്കാനുണ്ട്, ഇങ്ങനെ ടീമുണ്ടെന്ന് പറഞ്ഞു. അതിൽ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് ഹൗസസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് വർക്ക് ചെയ്തു. എങ്ങനെ വെർട്ടിക്കൽ ഹൗസിങ് എങ്ങനെ ചെയ്യണം, ഇതെല്ലാം എല്ലാ സ്റ്റേജിലും TK ജോസ് സാറും ശിവശങ്കർ സാറും കൂടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ വർക്ക് മുഴുവൻ ചെയ്തത്. എന്നിട്ട് പിന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പൂർത്തിയാവാത്ത ഭവനം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ നോക്കിയപ്പം 65,000-ഓളം വീടുകൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കൊടുത്ത വീടുകളിൽ വലിയൊരു സംഖ്യ നമുക്ക് പൂർത്തിയാക്കാതിരുന്നിട്ടുണ്ട്. അപ്പം ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി യൂണിറ്റ് കോസ്റ്റ് 4 ലക്ഷം ആക്കിയിട്ട് വെച്ചത്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റുകൾ മീറ്റ് ചെയ്യാൻ ഹഡ്കോനകത്ത് നിന്ന് ലോണ് എടുക്കണം. അപ്പം പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് ലെവൽ കമ്മിറ്റി CM-ൻ്റെ കമ്മിറ്റിയാണ്. അപ്പോൾ എന്ത് തീരുമാനം വേണമെങ്കിലും CM-നെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ കമ്മിറ്റിയാണ്. അപ്പോൾ വകുപ്പിൻ്റെ കമ്മിറ്റി അല്ല കൂടുതലും, CM-ൻ്റെയും CS-ൻ്റെയും കമ്മിറ്റി അതുകൊണ്ട് എടുക്കാൻ പറ്റും. അന്നൊക്കെ വീട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനുള്ള യാത്ര വീടിനേക്കാൾ ദുസ്സഹമാണ്. അപ്പം അന്ന് ഈ പോളാൻഡനി സാറും TK ജോസ് സാറും ശിവശങ്കർ സാറും ഒക്കെ ഇരിക്കുന്ന മീറ്റിങ്ങിലാണ് പറഞ്ഞത്, നമ്മൾ 2 രേഖ ചോദിച്ചാൽ മതി. അതായത് ഒരു റേഷൻ കാർഡും ചോദിക്കണം, അന്ന് റേഷൻ കാർഡായിരുന്നു മാനദണ്ഡം, പിന്നെ അവരുടെ വീടിൻ്റെ ആധാരം, മൂന്നാമതൊരു രേഖ ലൈഫ് മിഷൻ്റെ അകത്ത് ചോദിക്കേണ്ടത്. അപ്പം വേറെ പലരും പറഞ്ഞു അപ്പം കള്ളത്തരം നടക്കൂല. പക്ഷെ ഇന്നും വരെ ലൈഫ് മിഷൻ അനധികൃതമായിട്ട് ഒരാൾ വാങ്ങിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും പറയും, ഇത് 10 സർട്ടിഫിക്കറ്റ് വേണ്ട സ്ഥലത്ത് സിംപ്ലിഫൈ ചെയ്ത് 2 സർട്ടിഫിക്കറ്റ് ആക്കി. അതൊരു നല്ല ഒരു ഇതായിരുന്നു. അപ്പം 5ാം വർഷമൊക്കെ നമുക്കത് ഭയങ്കര നല്ലൊരു എക്സ്പോഷറാണ്. അപ്പം ഈ വെർട്ടിക്കൽ ഹൗസിങ്ങിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യാനും അതേപോലെ യൂണിറ്റ് കോസ്റ്റ് കൂട്ടിക്കൊടുത്തുകൊണ്ട് ഭൂമിയുള്ള ആൾക്കാർക്ക് വീട് കൊടുക്കാനും, ബാക്കിയുള്ള നെക്സ്റ്റ് ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂണിറ്റ് കോസ്റ്റ് ഹാസിൽ ഫ്രീ ആയിട്ട് തരും എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവരാനും ഇതൊക്കെ ഒരു നല്ലൊരു ടീം വർക്ക് അതിനകത്ത് നടന്നിട്ടുണ്ട്. അത് ഒരു ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ വയനാട്ടിൽ പോയ അവിടെയും ഞാൻ ഫോക്കസ് ചെയ്ത ട്രൈബൽ ഹൗസിംഗ് ആണ്. അവിടെ ഉണ്ടായിരുന്നത് അത് വെള്ളപ്പങ്കണ്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ പരൂർക്കുന്നിലെ ആണെങ്കിലും നമ്മൾ തന്നെ ഹൗസിംഗ് സ്കീമുകൾ വരച്ച് പിന്നെ നമ്മുടെ ട്രൈബലിലെ സ്റ്റാഫ്സിനായിട്ടൊക്കെ വരച്ചെടുക്കുകയും അതുപോലെ പുത്തുമലയിലെ ഹൗസിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, ഇന്നതാണ് യൂണിറ്റ് കോസ്റ്റ്, ഇന്നതായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ളത്. അപ്പം തിരിച്ച് ഒരു 5 വർഷത്തിന് ശേഷം LSTT സെക്രട്ടറി വന്നപ്പോൾ ലൈഫ് മിഷൻ്റെ ഫയലുകൾ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള സാധനമായിരുന്നു. അത് ഡെഫിനറ്റ് ആയിട്ടും ഒരു വീട് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ്റെ ഇതാണ്. അത് CM പറഞ്ഞ ഭയങ്കര സത്യമാണ്. ഒരു തൃപ്തി നമുക്ക് വരുന്ന ഒരു മേഖലയാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമായി ആളുകൾ ഒരുപക്ഷെ ചേരിയിലോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തുണി കെട്ടി താമസിച്ചിരുന്ന ആളുകൾ അവരുടെ ഒരു സുരക്ഷിതമായ പാർപ്പിടത്തിലേക്ക് മാറുമ്പോൾ നമ്മളൂടെ കാരണക്കാരായ ഒരു പദ്ധതിയാണല്ലോ. ആ നില കിട്ടിയ ഒരു ആത്മസന്തോഷം എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. അതിനേക്കാൾ കൂടുതൽ നല്ല മെന്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾക്കിത് പറഞ്ഞു തരാനും. നമുക്ക് 5ാം വർഷം അവിടെ ചെല്ലുന്ന ആദ്യത്തെ ഡയറക്ടർഷിപ്പാണ്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഓഫീസില്ല. എൻ്റെ അടുത്ത് 3-4 BDOമാരുടെ റാങ്കിലുള്ള 3-4 ഓഫീസേഴ്സും ഞങ്ങളുമാണ് ഉള്ളത്. പിന്നെ നമുക്ക് നല്ല മുറി തന്നു, നമുക്ക് അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി തന്നു, നമ്മളതിൻ്റെ നിയമാവലി എഴുതുന്നു, നമ്മൾ ലോണിന് പ്രോഗ്രാം എഴുതുന്നു. പിന്നെ നല്ല മെൻറ്റേഴ്സിനെ കിട്ടുക എന്നുള്ളത് നല്ലതാണ്. അപ്പം ഒരു TK ജോസ് സാർ ആണെങ്കിലും ശിവശങ്കർ സാർ ആണെങ്കിലും അല്ലെങ്കിൽ ആ സമയത്ത് ഇരുന്നിരുന്ന
പോൾ ആന്റണി സർ ആണെങ്കിലും എബ്രാം സർ ആണെങ്കിലും ഇവരൊക്കെ നമ്മളെ നല്ലോണം മെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ശരി ഇതാണ്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം എബ്രാം സാറിൻ്റെ ഓഫീസിൽ പോയിരുന്നിട്ടേ ഞാൻ പറഞ്ഞു, സാറേ ഇതിൻ്റെ പൈസയുടെ സംഖ്യ ഭയങ്കര കൂടുതലാണ് സാർ, ഞാൻ ഭയങ്കര ജൂനിയറാണ്. അപ്പോൾ സാറ് പറഞ്ഞു, താൻ ഒന്നും പേടിക്കേണ്ടടോ, പിന്നെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഭയങ്കര നമുക്ക് നല്ല എക്സ്പോഷർ. പിന്നെ എനിക്ക് മോനെ ഗർഭിണിയായപ്പോഴാണ് ഞാൻ അതിനകത്തുനിന്ന് പോയി, പിന്നെ കളക്ടറായിട്ട് അങ്ങനെ പോയതാണ്. ബട്ട് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഒരു വളരെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. അതായത് ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ഒരുപക്ഷെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വന്ന ശേഷമാണ് അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ സാധാരണക്കാരായ ആളുകൾ കാണുന്നതും വളരെ താരതമ്യേന എടുത്തു ചെന്ന് അതിന്റെ സംവിധാനങ്ങൾ കാണാൻ പറ്റുന്നു. പക്ഷേ ഈ എക്സ്പോഷറിന് ഒരു ബാക്ക് സൈഡ് ഉള്ള സമയത്ത് അതിന്റെ MD ആയി വളരെ ആ ഡ്യൂറേഷനിലെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ആ പ്രോജക്റ്റ് ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് നമ്മൾ പുറത്തേക്ക് അതെ. അപ്പോ ശരിക്കും ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? VP ജോയ് സർ CS ആയിരുന്നപ്പോഴാണ് അതിനകത്ത് അതിൽ പോയിട്ട് വിഴിഞ്ഞത്തിൻ്റെയും കൂടെ ജോലി ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന് ഒത്തിരി ബാക്ക് വർക്കുകളുണ്ട്. അപ്പം അതിൽ നല്ലൊരു പൊളിറ്റിക്കൽ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ല ബ്യൂറോക്രസീൻ്റെ നല്ലൊരു എഫേർട്ട് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നുണ്ടായിരുന്ന പിന്നെ EK ഭരത്ഭൂഷൺ സർ, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഈ ഡോക്യുമെൻ്റ്, പിന്നെ ഗജേന്ദ്ര ഹാൽദിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടർ. പുള്ളി പ്ലാനിംഗ് കമ്മീഷനിൽ, സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പോൾ നീതി ആയോഗിന് മുമ്പുള്ള സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷനിലായിരുന്നു. അപ്പം പുള്ളി ആണ് ഈ ഹൈവേൻ്റെ ഒക്കെ PPP പ്രോജക്റ്റ് എഴുതിയത്. അപ്പം ഗജേന്ദ്ര ഹാൽദിയ സാറിൻ്റെ പുസ്തകം ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം ഈ PPP പ്രോജക്റ്റിൻ്റെ ഈ ഡോക്യുമെൻ്റ് തന്നെ ഭയങ്കര നല്ലൊരു ഡോക്യുമെൻ്റാണ്. അതായത് നമ്മളുടെ ജോലി ഈ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഭരത്ഭൂഷൺ സാർ ഫസ്റ്റ് പോകുന്നു, അല്ലെങ്കിൽ ജെയിംസ് വർഗീസ് സാർ. ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തുള്ള ഒരു നല്ലൊരു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭയങ്കര ഒരു ലീഡർഷിപ്പ് അതിനകത്തുണ്ട്. ശേഷം വന്ന CM പിണറായി വിജയൻ സാറിൻ്റെ ഭയങ്കര നല്ലൊരു കണ്ടിന്യൂഡ് ലീഡർഷിപ്പ് ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ എല്ലാ ഗവൺമെൻറ് പ്രോസസ്സും സക്സസ് ആവുക. ഇതൊരു ഗവൺമെൻറ് ഇസ് എ കണ്ടിന്യൂഷൻ ഓഫ് പ്രോസസ്. ജെയിംസ് വർഗീസ് സാർ, അപ്പം ജെയിംസ് വർഗീസ് സാറൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ച മനുഷ്യനാണ്. ഇവരുടെ കയ്യിൽ കൂടെയൊക്കെ പോയൊരു സാധനം ഇതിൻ്റെ ഒരു പല ബോൾഡേഴ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായി, ക്വാറിൻ്റെ ഇഷ്യൂ ഉണ്ടായി, കല്ലിൻ്റെ ഇഷ്യൂ ഉണ്ടായി. ഇതൊരു 20 മീറ്റർ താഴത്തിലുള്ള ഒരു സാധനത്തിലേക്ക് കല്ലിടാനില്ല, അത്രയും ഡിമാൻഡ് കൂടുതലാണ്. നമ്മൾ വളരെ എക്കോളജിക്കലി സെൻസിറ്റീവ് സ്ഥലത്താണ്. ഇതിൻ്റെ പല പല ഇഷ്യൂസും മാറ്റി വന്നു. പ്രാദേശിക പ്രശ്നങ്ങൾ വേറെ. പ്രാദേശിക പ്രശ്നങ്ങൾ വേറെ. പിന്നെ എൻ്റെ നാട്ടുകാരനും കൂടെയാണ് മന്ത്രി, ആര്, അഹമ്മദ് ദേവർകോവിൽ. ഇപ്പൊ സാറും ഞാനുമാണ് ഒരു ടെൻവർ ഒന്നിച്ച് ചെയ്തത്, ദേവർകോവിൽ സാറും ഞാനും. സാറിൻ്റെ ഒരു മോണിറ്ററിങ്, സാറ് ഡെയിലി എന്നോണം ഈ സംഭവത്തിന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും ചെല്ലുമ്പം സാറിന് എപ്പോഴും അത് നല്ല ആക്സസ് ആയിരുന്നു. സിമ്രത് ഇത് കിട്ടാൻ നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രോജക്റ്റും നന്നായി വർക്ക് ചെയ്യും. അപ്പം പുള്ളി അതിനകത്ത്, എനിക്കതിനകത്തൊക്കെ തോന്നിയ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഗവൺമെൻറ്റിൻ്റെ വിസിലിൻ്റെ റോൾ ഒരു കോൺട്രാക്ട് മാനേജറിൻ്റെ റോളാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയാണ് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ സർട്ടിഫൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഒരു ഹാർബർ ചെയ്യുന്നത് പോലെയല്ല വിഴിഞ്ഞം പോർട്ട് ചെയ്യേണ്ടത്. വിഴിഞ്ഞം പോർട്ടിൽ ഇൻഡിപെൻഡൻ്റ് എഞ്ചിനീയർ IIT മദ്രാസാണ്, പ്രോജക്റ്റ് ചെയ്യേണ്ടത് അദാനിയാണ്. വിസിലിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ കോൺട്രാക്ട് പ്രകാരം നിങ്ങൾ കറക്റ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്കതിനകത്ത് നല്ലൊരു മാറ്റം വരുത്താൻ പറ്റിയെന്താ വെച്ചാൽ, ഇതൊരു ഹാർബർ പ്രോജക്റ്റ് പോലെ ഇതിൻ്റെ അകത്ത് ബോൾഡർ ഇട്ടത് അങ്ങോട്ടേക്ക് നീങ്ങണം, ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങണം, ഇത്ര വിഡ്ത്ത് വേണം, ഇത്ര ഡെപ്ത് വേണം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് ആ എലിമെൻറ്റിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത്, ഇത് ഇൻഡിപെൻഡൻ്റ് എഞ്ചിനീയർ, അയാളുടെ ജോലി നല്ലോണം ചെയ്ത് നമ്മൾ നോക്കണം. അവർ റോൾ ഈസ് മോർ ദാൻ എഞ്ചിനീയറിംഗ് ജോബ്, ഇറ്റ് ഈസ് എ ജോബ് ഓഫ് എ കോൺട്രാക്ട് മാനേജർ. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഈ കോൺട്രാക്ട് പ്രകാരമല്ലേ ഇതിൻ്റെ ഓരോ സാധനവും നീങ്ങുന്നത് എന്നുള്ളതും, കോൺട്രാക്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് എഞ്ചിനീയർ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലെന്ന് നോക്കി ആ ഒരു പാറ്റേൺ ഓഫ് വർക്കിങ്ങിന് അതിനകത്തേക്ക് നീണ്ടു. പിന്നെ നല്ല ടൈം ലൈൻ ഉണ്ടായിരുന്നു. ദേവർകോവിൽ മിനിസ്റ്ററിൻ്റെ അടുത്ത് പുള്ളിയുടെ ഡ്യൂറേഷൻ കഴിയുന്നതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പം ആ സമയത്താണ് 800 മീറ്ററിൻ്റെ അകത്ത് 400 മീറ്ററിൻ്റെ ഡെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഷിപ്പ് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു വിഷനായിരുന്നു ഈ സംഭവം പുള്ളിയുടെ ഡ്യൂറേഷനിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഒരു കപ്പിൽ നങ്കൂരിടണമെന്നുള്ളത്. അപ്പം ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഫോർ എ സെക്കൻഡ് തോട്ട്, ഇത് ഒന്നിച്ചിരുന്ന് ചെയ്യാന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വന്ന എല്ലാ നൂലാമാലകളും കാര്യങ്ങളും നമുക്ക് റിമൂവ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. പുള്ളിയുടെ ഡ്യൂറേഷൻ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കൂടെ തന്നെ ഞാനും മാറുക ചെയ്തത്. നമുക്ക് എപ്പോഴും ഒരു ടീമാണല്ലോ, നമ്മുടെ മിനിസ്റ്ററും നമ്മളെന്ന് പറഞ്ഞ ഒരു ടീമാണ്. മിനിസ്റ്ററിൻ്റെ ടെനോർ വരെ നിൽക്കും, മിനിസ്റ്ററിൻ്റെ ടെനോർ കഴിഞ്ഞാൽ ആരാ വരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഞാൻ മിനിസ്റ്ററിൻ്റെ ടെനോർ വരെ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു
എളുപ്പമുള്ള പണിയല്ല. നമ്മുടെ മറ്റ് 3 പണികളുടെ കൂടെയാണ് നമ്മൾ ഈ ജോലിയും കൂടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് നീതി പുലർത്താൻ കഴിയില്ല. അപ്പം എൻ്റെ ഒരു കാര്യം, ഈ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് മെയിൻ വർക്ക് കഴിഞ്ഞു. 400, 800 മീറ്റർ വരെ നമ്മൾ ഇതായി കഴിഞ്ഞാൽ പിന്നെ 2000 മീറ്റർ വരെയുള്ള ബെർത്തിന്റെ ബാക്കിയുള്ള കംപ്ലീഷൻ അല്ലേ. അപ്പോൾ ആദ്യത്തെ ഡെക്കിന്റെ ഹൈറ്റ് ശരിയാക്കിയിട്ട് ഡെക്കിനെ നമ്മൾ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് എ റെപ്പിറ്റേറ്റീവ് പ്രോസസ്സ്. പിന്നെ അതിനകത്ത് വേറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം ഇല്ല. പിന്നെ ആദ്യം നമ്മളെ ഈ പുലിമൂട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ആ സമയമാകുമ്പോഴത്തേക്ക്, അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ അതിന്റെ കുറച്ച് കംപ്ലീഷനും ഈ ബർത്തിന്റെ സെയിം ഹൈറ്റിന് വെച്ചിട്ടുള്ള കംപ്ലീഷനുമാണ് അതിനകത്ത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഇതിന്റെ മുമ്പ് ഇതിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ കഴിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. ദെൻ ഇറ്റ് ഇസ് എ റെപ്പിറ്റേറ്റീവ് ടാസ്ക്. അപ്പം എൻ്റെ മന്ത്രിയുടെ കൂടെ തന്നെ ഞാനും ഇറങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. സോ ദാറ്റ് ടീം വാസ് വെരി ഗുഡ്. വി വർക്ക്ഡ് വെരി വെൽ. അല്ലാതെ ദാറ്റ് ഇസ് അനദർ ഗുഡ് എക്സ്പീരിയൻസ്. അത് ലൈഫ് മിഷന്റെ അത്ര വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് അതിൽ നമ്മളൊരു മാനേജ്മെന്റ് സ്കില്ലാണ് എടുത്തത്. മറ്റേതിനകത്തൊരു സോഷ്യൽ സ്കില്ലും കൂടെ വരുന്നു. നമ്മളൊരു യങ്ങർ കമ്മ്യൂണിറ്റി വളരെ പ്രത്യേകിച്ച് കൂടെ കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ പഠനവും ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ നമ്മളെപ്പോഴും കാണുന്ന കാഴ്ചയിലാണ് ഒരാളെ അളക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ മാനസികാരോഗ്യത്തെ എത്ര പരിഗണിക്കണം എന്നുള്ളത് പക്ഷേ വളരെ കൂടുതലായി മനുഷ്യരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ മാനസികാരോഗ്യത്തെ എത്രത്തോളം ഇനി പരിഗണിക്കേണ്ട ഒരു അനിവാര്യത ഉണ്ട്? ഭയങ്കര ഇമ്പോർട്ടൻസിൽ പരിഗണിക്കേണ്ട ഒരു സാധനമാണ്. ഇതൊരു ബോംബ് പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്ന ഒരു സാധനം, നമ്മൾ അറിയാതെ പോകുന്ന സാധനമാണിത്. ഈ മനുഷ്യന് ഈ ലോകാരോഗ്യ സംഘടന ഒറ്റപ്പെടലിനെ പറ്റിയാണ് ഇപ്പം പഠനങ്ങൾ നടത്തിയത്. ലോകത്ത് 5-ൽ ഒരാൾ ഒറ്റപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റപ്പെടുന്നത് ഭയങ്കര ഒരു സുഖപ്രദമായ ഒരു കാര്യമൊന്നുമല്ല. പിന്നെ അതിൻ്റെ അകത്ത് കൂടാതെ തന്നെ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിലാണെങ്കിൽ പോലും ഈ നമ്മളൊരു സ്വാതന്ത്ര്യം കിട്ടി ബിൽഡ് ചെയ്ത് വന്ന ഒരു കൊളോണിയൽ റൂളിനകത്ത് നിന്നും പുറത്തേക്ക് വന്ന് ഒരു കോളനി സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് വന്നാണല്ലോ. അപ്പം IIT പാലക്കാട് വർക്ക് ചെയ്യുന്ന ഒരു സുദർശൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ ഇപ്പം ആ കൊളോണിയൽ ഇതെങ്ങനെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ചെന്നുള്ളതിനെ പറ്റിയിട്ട് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കോളനിയുടെ സംസ്കാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ മനുഷ്യരുടെ മനസ്സിലേക്ക് നമുക്ക് ഇമ്പീരിയലിസത്തിനും കൊളോണിയലിസത്തിനും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് പോയി കഴിഞ്ഞാലും കുറേ കാലം നിൽക്കും. ഹരാരെയൊക്കെ പറയുന്നത് ലോകത്ത് നിലനിൽക്കുന്നത് ഈ ഇമ്പീരിയലിസവും റിലീജിയനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ആഴത്തിലേക്ക് നിൽക്കുന്നതെന്നാണ്. അപ്പം ഈ കൊളോണിയൽ സിസ്റ്റത്തിൽ നമ്മൾ പലപ്പോഴും സിസ്റ്റത്തിനെ അല്ലേ, നമ്മളിപ്പോൾ രോഹിത് വെമുല മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വിദ്യാർത്ഥി ആത്മഹത്യ പറയുന്നത് വിദ്യാർത്ഥിക്ക് ടെമ്പറമെൻ്റ് ഉണ്ടായിരുന്നില്ല അതിനെ താങ്ങാനെന്നുള്ളതാണ്. പക്ഷെ വിദ്യാർത്ഥിക്ക് താങ്ങാൻ പറ്റുന്ന ടെമ്പറമെൻ്റ് ആ സിസ്റ്റം ജനറേറ്റ് ചെയ്യേണ്ടതാണ്. സിസ്റ്റത്തിന് വിദ്യാർത്ഥികളെയും അതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് മനുഷ്യനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണമല്ലോ സിസ്റ്റം. അതാണല്ലോ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റം ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. നമ്മളെപ്പോഴും അതിനകത്തൊരു ലൗഡ് സർവൈവൽ ഉള്ള ഒരു സാധനത്തിലേക്കാണ് നിൽക്കുന്നത്. അതേപോലെ നമ്മളൊരു ക്ലാസ് മുറിയിൽ എപ്പോഴും എക്സ്ട്രോവേർട്സിനെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇൻട്രോവേർട്ടിന് അവൻ്റെതായ അഭിപ്രായമുണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇൻട്രോവേർട്ടിന് അഭിപ്രായം ഇല്ലാതിരിക്കുകയെന്ന്. അവനെ എക്സ്ട്രോവേർട്ടിനെക്കാട്ട് സൂക്ഷ്മമായി വീക്ഷിക്കുകയും സൂക്ഷ്മമായ ഐഡിയാസ് ഉള്ള ഒരുത്തനാണ്. നമ്മുടെ ക്ലാസ് മുറി പോലും നമ്മൾ എക്സ്ട്രോവേർട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അത് ഇൻട്രോവേർട്ടുകളുടെ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ അതിനെ പോകാൻ പറ്റില്ല. അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എക്സ്ട്രോവേർട്സ് ആണ് അവിടുന്ന്, അവർക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പല സിസ്റ്റമുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മെൻ്റൽ ഹെൽത്തുകൾ മലയാളികൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു കോൺഷ്യസ് എഫേർട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിൻ്റെ സിസ്റ്റങ്ങളിലെല്ലാം മെൻ്റൽ ഹെൽത്ത് ഒരു പോയിൻ്റായിട്ട് നമ്മൾ ആൾക്കാരെ വിഷമിപ്പിക്കാത്ത തരത്തിൽ, ആൾക്കാരെ നമ്മളൊരു സ്ട്രക്ചർ ഫിറ്റിങ് ചെയ്തിട്ട് എല്ലാവരും അതിനകത്ത് കയറണം, അതല്ലാത്തവരൊക്കെ വീക്കാന്നുള്ളതിനകത്ത് നിന്ന് മാറ്റി ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ വെക്കണം. കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ പോലും ഓരോ മനുഷ്യൻ്റെയും മെൻ്റൽ ഹെൽത്തിന് നമ്മൾ കൂടുതൽ നോംസിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം നമ്മളെപ്പോഴും പറയുമല്ലോ ഡൈവോഴ്സ് കൂടുന്നു, അലാം ചെയ്യുന്നു. ഡൈവോഴ്സ് കൂടുതൽ ആരും അലാം ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാനസികാരോഗ്യം 2 കൂട്ടർക്കും കൂട്ടുകാൻ പറ്റുന്നത് ഡിവോഴ്സിലൂടെ ആണെങ്കിൽ അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്ന നോംസും
പിന്നെ അതൊരു സന്തുലിതാവസ്ഥയേക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു ഫാമിലി നോംസ് സെറ്റ് ചെയ്യുന്നത്, മാരിറ്റൽ നോംസ് സെറ്റ് ചെയ്യുന്നത്, ഓഫീസിലത്തെ നോംസ് സെറ്റ് ചെയ്യുന്നത്. പൂർണ്ണമായും ഒരു സിസ്റ്റത്തിൻ്റെ നോംസ് മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ്റെ മാനസികാരോഗ്യം വെച്ചിട്ടാണ്. ബിക്കോസ് എല്ലാ മനുഷ്യനും അവൻ്റെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് പോകാനുള്ള ഒരു ഇതുണ്ട്. ഈ മാസ്ലോൻ്റെ ഹൈറാർക്കി ഓഫ് നീഡിൽ പറയുന്ന പോലെ അവന് സ്റ്റെബിലിറ്റി കിട്ടാൻ, ഒരു വീട് കിട്ടാൻ, സ്റ്റെബിലിറ്റി കിട്ടാൻ, അവന് ബന്ധങ്ങൾ കിട്ടാൻ, അത് കഴിഞ്ഞാൽ അവനൊരു അപ്രിസിയേഷൻ കിട്ടാൻ, എന്നാൽ മാത്രമേ അവൻ്റെ അബ്സല്യൂട്ട് പൊട്ടൻഷ്യലിലേക്ക് അവൻ വരുള്ളൂ. അപ്പം ഒരു എക്കോസിസ്റ്റം, നമ്മളൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കി നമുക്ക് നാളെ നമ്മൾ നോക്കേണ്ടത് എവിടത്തേക്കാ? നമ്മൾ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം, അല്ലെ സ്വീഡൻ പോലൊരു രാജ്യത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം കേരളം പോലെ ഇപ്പം പല പുസ്തകങ്ങളും എഴുതപ്പെടുമ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും കമ്പയർ ചെയ്യുക അമേരിക്കയും ഇന്ത്യയും വെച്ചിട്ടാണ്. കാരണം ഇന്ത്യയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ സാധനം. അപ്പം ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്തിന് അമേരിക്കയുടെ ആളുകൾ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഓരോ പൗരനും എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ റിസോഴ്സ് ഭയങ്കര കൂടുതലാണ്. അതിലേക്ക് നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും മെൻ്റൽ ഹെൽത്തിന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. പലപ്പോഴും നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു സ്ട്രക്ചറിനകത്ത് ഫിറ്റിൻ ചെയ്തിട്ട് അതിലേക്ക് ഫിറ്റിൻ ചെയ്യാത്ത ആൾക്കാരൊക്കെ വീക്കാണ്, അല്ലെങ്കിൽ പിന്നെ വരത്തില്ല, അത് താങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സാധനം താങ്ങാൻ എല്ലാവർക്കും പറ്റണം. ആദ്യം തന്നെ അത് ഉണ്ടാവില്ല. നമ്മളൊരു ഇമ്പീരിയർ റൂള് കഴിഞ്ഞിട്ട് വന്നൊരു രാജ്യമാണ്. പക്ഷെ നമ്മളുടെ എഫേർട്ട് നമ്മളിനി അതിലേക്കായിരിക്കണം. നമ്മൾ ഭക്ഷണം കൊടുത്ത് റൊട്ടി കപ്പട മക്കാനൊക്കെ നമ്മളത് കഴിഞ്ഞു. ഇനി നമ്മൾ ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിലേക്കായിരിക്കണം. മെൻ്റൽ ഇൽനെസ്സുകൾ കൂടുന്നുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ ജസ്റ്റിസിൽ അതൊരു ഡിസബിലിറ്റി ആണല്ലോ. ഇപ്പം മെൻ്റൽ ഹെൽത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ജോലി സ്ഥലത്തേക്ക് വന്നു തുടങ്ങി. അത് തന്നെ ഒരു നല്ല സ്റ്റെപ്പാണ്. അപ്പം 4% റിസർവേഷന് ഡിസബിലിറ്റി സെക്ടറിൽ വന്നതിൻ്റെ അകത്ത് 4th റിസർവേഷൻ ഈസ് ഫോർ ദി ഇൻ്റലക്ച്വൽ. അതിനകത്ത് മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരും ജോലി സ്ഥലത്ത് വന്നു തുടങ്ങി. അപ്പം നല്ല ചികിത്സകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആസ് എൻ അസുഖം അത് they are also mainstreamed, and everybody should be mainstreamed. So I think that focus for mental health will be huge on. അതെ, കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂർ ജില്ലയിൽ നിന്നൊരു വാർത്ത കണ്ടതാണ്. ഒരു പെൺകുട്ടി വീൽ ചെയറിൽ വോട്ട് ചെയ്യാൻ വന്ന്, പക്ഷേ ആ ക്ലാസ് മുറിയിൽ വീൽ ചെയർ പാസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്ത കാരണം വോട്ട് ചെയ്യാനാകാതെ മടങ്ങേണ്ട സാഹചര്യം വന്നു. സ്വാഭാവിക ഇതൊരു സ്കൂൾ ക്ലാസ് മുറിയാണ്. നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അത്തരം കുട്ടികൾ കൂടെ സ്കൂളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊരു അനുഭവം കോട്ട് ചെയ്താണെങ്കിൽ കൂടെ നമ്മൾ ഇനിയുള്ള നമ്മുടെ ഇനീഷ്യേറ്റീവ്സിലൊക്കെ ഈ ഭിന്നശേഷി കുട്ടികളെ അതല്ലെങ്കിൽ അത്തരക്കാരെ കൂടെ പരിഗണിച്ച് നമ്മളൊരു ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആണ് നമ്മളുടെ ഒരു പ്രോജക്റ്റുകളിലൊക്കെ. അതെങ്ങനെ ആലോചിക്കാം എന്നുള്ളത്. നമ്മൾ ഈ ടോയ്ലറ്റ്സ് പോലും നമ്മൾ ബാരിയർ ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രൻസിന് വലുതായിരിക്കണം, വലിയ ടോയ്ലറ്റ്സ് ആയിരിക്കണം, ഹാൻഡ് റെയിൽസ് കൊടുക്കണം. ഇത് 2 സെക്ടറിൽ കൂടെ കാണാണ്. ഒന്നിൽ ഈ പറഞ്ഞ പോലെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി അല്ലെങ്കിൽ വീൽ ചെയർ ബൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ, 2 എൽഡർലിനൊക്കെ ഇൻഡ്യൂസ് ചെയ്ത് വരുന്ന ഡിസബിലിറ്റി. അപ്പം നമ്മുടെ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും സാമൂഹ്യനീതി വകുപ്പ് അതിന് നല്ല രീതിയിലുള്ളൊരു ഇനീഷ്യേറ്റീവ്, പിന്നെ നമ്മുടെ മന്ത്രിയുടെ അണ്ടറിലൊക്കെ നമ്മളുടെ ഒരു പ്രയോറിറ്റി പ്രോജക്റ്റായിട്ട് വി ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ്. അപ്പം ഇനിയൊരു ബാരിയർ ഫ്രീ ആക്സസ് എല്ലാ പബ്ലിക് ഓഫീസുകളിലും സ്കൂളിലൊക്കെ കൊണ്ടുവരിക എന്നുള്ളതും അതിനൊക്കെ എങ്ങനെ ബാരിയർ ഫ്രീ ആക്സസ് ആക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടും വളരെ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ IIT ഡൽഹി ഒക്കെ എടുത്തിട്ടുള്ള ഇപ്പം നമ്മൾ ഈ കെയിൻ വാക്കിങ്ങിനുള്ളതാണ് ഇതുവരെ ചെയ്തത്. ഇനി അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഡിജിറ്റൽ ഉള്ളത് കൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള പിന്നെ എല്ലാ ഭിന്നശേഷി മേഖലയിലേക്കും നല്ല ഒരു പ്രത്യേകിച്ച് നമ്മളുടെ ബിൽഡിംഗ് റൂൾസിലും മറ്റേതിലൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും കുറച്ചും കൂടെ നമ്മൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ദർസ് എ സ്ട്രോങ് എഫേർട്ട്. സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോഗ്രാം തന്നെയുണ്ട്. അതിനെ ഇപ്പോൾ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തിട്ട് ബാരിയർ ഫ്രീ ആക്സസ് മറ്റെല്ലാ സ്ഥലങ്ങളിലേക്ക് എത്താനും അതിന് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കാനും അതിൻ്റെ മാൻഡേറ്റ്സ് എടുക്കാനും ഉള്ളൊരു പ്രവർത്തനം സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്.